പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ മഴ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഴയാണെങ്കിലും വരുന്നതിന് വിഷമമുണ്ടോ? മാറ്റി മാറ്റി വെച്ചു. മഴ കാരണമാണ് ലാസ്റ്റ് ടൈം മാറ്റി വെച്ചത്. മഴ അന്ന് നടന്നിരുന്നെങ്കിൽ നമുക്ക് വൈവ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഈ മഴയ്ക്ക് ഞങ്ങളോട് എന്തോ വൈകാര്യം പോലെ മിസ് NT5കാരോട് സമ്മതിക്കുന്നില്ല, അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ? ഞങ്ങളുടെ ഓഫീസിലേക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അടുക്കാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, എനിവേ ഓവർകം ചെയ്യാന്നുള്ളത് നമ്മുടെ ഇതിന്റെ ഒരു ഭാഗമാണ്. എന്തോ ഇനിയിപ്പൊ നീന്തിയിട്ടായാലും ഞങ്ങൾ വരുമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നു. അതാണ് സ്പിരിറ്റ്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. നമുക്ക് 1.5 hours ഉള്ളിൽ തീർക്കാം എന്ന് വിചാരിക്കണു. എനിവേ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ പ്രയർ. ഹു ഈസ് ഗോയിങ് ടു ഡു പ്രയർ? കുട്ടീസ് ഒക്കെ കൂടെ അടുത്തൊക്കെ തന്നെ ഇരിക്കണ്ടാവുമല്ലോ. നാളെയൊക്കെ അവധിയല്ലേ? തൃശ്ശൂര്, എറണാകുളം ഒക്കെ അവധിയാണ്. വേറെ എവിടെയെങ്കിലും അവധിയുണ്ടോ? മലപ്പുറത്തൊക്കെ അവധിയാണോ? മലപ്പുറം ഇതുവരെ അവധി ഇടുക്കി അവധിയാണ്. ഇടുക്കി അവധിയാണ്. ഓക്കെ, എറണാകുളം അവധിയാണ് നാളെ. പല പല കമന്റ്സ് ഞങ്ങളുടെ ജനറേഷനിലുള്ളവരിൽ നിന്ന് വരികയായിരുന്നു. സ്കൂളിൽ പോയാൽ മതിയായിരുന്നു. ഞങ്ങളുടെ ജനറേഷനിൽ കൊല്ലത്തിന് അവധിയില്ല. കൊല്ലത്തിന് അവധിയില്ല. അല്ലെങ്കിൽ നോർത്ത് സൈഡിലേക്കാന്ന് തോന്നുന്നു മഴ. ആണ് മിസ്സേ, നമുക്ക് ഒരവധിയും കിട്ടത്തില്ല മഴയുടെ. ശരി, ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. കുട്ടീസ് ആരെങ്കിലും പ്രെയർ പറയാൻ റെഡിയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഡു. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പ്രെയർ ചെയ്യും. അല്ലെങ്കിൽ വി ക്യാൻ ഡു വിത്ത് എ സൈലന്റ് പ്രെയർ. ഇറ്റ്സ് അപ് ടു യു. ഞാൻ ചെയ്യാം മാം. കുട്ടീസ് ആരെങ്കിലും ഉണ്ടോ? അവരില്ലെങ്കിൽ ഞാൻ ചെയ്യാം. മായേച്ചി, ഞങ്ങളെ കുട്ടി മായേച്ചി ചെയ്തോ? ഇന്ന് മലയാള പ്രയർ ആവാല്ലേ മാം? ഒരു പഴയ പാട്ടാവും. ചന്തമേറിയ പൂവിലും ശബളഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വട്ടുവിൻ. സാരമായി സകലത്തിലും മതസംഗ്രഹം ഗ്രഹിയാത്തതായി കാരണാന്തരമായി ജഗത്തിലുയർന്നു നിന്നിടുമൊന്നിനെ സൗരഭോൽക്കടനാഭി കൊണ്ടു മൃഗങ്കണക്കനുമേയമായി ദൂരമാകിലുമാത്മഹാർത്ത ആസ്പദത്തെ നിനയ്ക്കുവിൻ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. കുറച്ചും കൂടെ ഉണ്ട്, നീട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഓക്കെ, ഫൈൻ. സോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നോക്കുമ്പോൾ തേർഡ് മോഡ്യൂള് ഭയങ്കര ഇങ്ങനെ കടല് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് അറ്റ് വൺസ് ഒന്ന് വായിക്കാൻ ശ്രമിച്ചിരുന്നോ? ആരെങ്കിലും റീഡ് ചെയ്ത് നോക്കിയിരുന്നോ? അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൽ കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷൻസ് ആണ്. അതായത് കുട്ടികളെ കൊണ്ട് എന്തെല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഓരോ ഏജ് കാറ്റഗറി അനുസരിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യേണ്ട പല ആക്ടിവിറ്റീസ് ആണ്. വെള്ളം നിറയ്ക്കുക, പൾസസ്, ബീൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടെയ്നറിൽ നിറയ്ക്കുക. പിന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ നാപ്കിൻസ് ഫോൾഡ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന റഗ്, മാറ്റ്, അതൊക്കെ റോൾ ചെയ്യുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ഓരോ ഏരിയയിലും. നമ്മളുടെ മോണ്ടിസോറി അപ്പാരറ്റസ് ആണ് ശരിക്കും മോഡ്യൂൾ 3 വരുന്നത്. എന്തെല്ലാം മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തത്, അത് ഡിസൈൻ ചെയ്തത് എന്തെല്ലാം പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിലൂടെ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് എന്തെല്ലാം ലഭിക്കുന്നു, മീൻസ് എന്ത് ബെനിഫിഷ്യൽ, അവരുടെ ഡെവലപ്മെന്റിൽ അത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തേർഡ് മോഡ്യൂളിൽ. മറിയ മോണ്ടിസോറി ഒരിക്കലും സ്കൂൾ എന്ന് പറയാനോ ക്ലാസ് റൂം എന്ന് പറയാനോ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിന് പകരം സ്കൂളിന് പകരം അവരെന്താ ഉപയോഗിച്ചിരുന്നത്? ഒരു യൂസ് ചെയ്തിരുന്ന വാക്കെന്താ? ചിൽഡ്രൻസ് ഹൗസ്, കാസാഡി ബാമ്പിനി.
അവിടെ ക്ലാസ് റൂമിന് പറഞ്ഞിരുന്നതായിരുന്നു പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അപ്പൊ അവിടെ എല്ലാം ചൈൽഡ് സൈസ് ആയിരുന്നു. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു അപ്പാരറ്റസ് റെക്കോർഡ് തന്നിട്ടുണ്ടായിരുന്നു. അത് ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഓരോ മെറ്റീരിയലിന്റെ. ഓരോ വർഷം കഴിയുന്തോറും ഇത് അപ്ഡേറ്റഡ് ആകുന്നുണ്ടെങ്കിലും പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ്. ചിലപ്പോൾ മെറ്റീരിയലിന്റെ ലുക്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ എണ്ണത്തിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓരോ വർഷം കഴിയുന്തോറും അതിൽ അപ്ഡേഷൻ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. പിന്നെ എല്ലാത്തിനെയും കുറിച്ചും ഒരു ചെറിയ ബ്രീഫിങ്ങേ കാണുള്ളൂ. കാരണം നമുക്ക് മോഡ്യൂൾ 3 അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ കോപ്പി ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി മോഡ്യൂൾ 3 നോട്ട്സ് അവൈലബിൾ ആണ്. അത് വായിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ അത് വേണമെങ്കിൽ റെക്കോർഡിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അവിടെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഭാഗത്ത് എഴുതി വെക്കാം. മോണ്ടിസോറി, അതായത് ഡോക്ടർ മോണ്ടിസോറി ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോഡ്യൂളിലെ 5 പാർട്സും ആ 5 ഏരിയ ആണ്. അതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. ഇങ്ങനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ഏരിയയിലും മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നറിയാമോ? സോറി, നോക്കുമ്പോൾ നമ്പർ ഓഫ് പേജസ് കാണും. അതൊന്നുമില്ല, ഓരോ ഏജിലും കുട്ടികളെ കൊണ്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിക്കാം, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നും വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. ഞാൻ ഷെയർ ചെയ്യാത്തതിന് കാരണം വെറുതെ അത് സ്ക്രോൾ ചെയ്യണ്ടെന്ന് വെച്ചിട്ട് കുറേ പേജസ് ഉണ്ട്. അതിൽ നമുക്ക് തന്നെ വായിക്കേണ്ട കുറെ ഭാഗങ്ങളുണ്ട്, കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കേണ്ട കുറെ ഭാഗങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അതിന്റെ മെയിൻ കണ്ടന്റ്സ്, ആ മെയിൻ കണ്ടന്റ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഒരു പക്ഷേ ടീച്ചിങ് പ്രാക്ടീസിന് പോയവർക്ക് ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും ഇവരറിയാതെ തന്നെ ഈ മെത്തേഡ്സ് പലതും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം. അറിഞ്ഞിട്ടാവില്ല, മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞിട്ടാവില്ല, അല്ലാതെ തന്നെ ഇവരുടെ ഉള്ളിൽ നിന്ന് ഇത് വരും, നമുക്കത് വരും. അപ്പൊ നിങ്ങള് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ മാക്സിമം ആക്ടിവിറ്റീസ് കളക്ട് ചെയ്ത് വെക്കുക. നമുക്ക് 5 റെക്കോർഡ് ഉണ്ട്, നമ്മൾ അസൈൻമെന്റ്സ് എഴുതിയ ബുക്കുകളെല്ലാം ഉണ്ട്. ഞാൻ ഈ 5 റെക്കോർഡ് കഷ്ടപ്പെടുത്താനല്ല തന്നേന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ റെഫറൻസ് ആണിത്, നമ്മുടെ എൻസൈക്ലോപീഡിയ. നമ്മൾ കുട്ടികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണമെന്ന് നമുക്ക് റെഫർ ചെയ്യാനുള്ളതാ. ഈ റെക്കോർഡ് ബുക്ക് ഒരിക്കലും വേറൊരാൾക്ക് കൊടുക്കരുത്. വായിച്ചോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കോപ്പി ചെയ്യാനോ ഈവൻ നമ്മുടെ കുട്ടികൾക്ക് വരെ അതിനകത്ത് കുത്തി വരയ്ക്കാനോ ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കളർ ചെയ്യാനൊന്നും. അത് നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ റെഫറൻസ് ആണ്. നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്കൊന്ന് റെഫർ ചെയ്യാൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റും, അപ്പൊ അത് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ കൂടുതൽ എന്തെങ്കിലും ഐഡിയാസ് കിട്ടുവാണെങ്കിൽ അത് അതിലേക്ക് നോട്ട് ചെയ്ത് വെക്കാം, നല്ലതായിട്ട് തോന്നുവാണെങ്കിൽ. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. നമ്മൾ ഭയങ്കര ക്യാഷ് കൊടുത്ത് കുറെ മെറ്റീരിയൽസ് വാങ്ങി അങ്ങനെ കൊണ്ടുപോയി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ട്രൈ ടു അവോയ്ഡ് പ്ലാസ്റ്റിക് ആൻഡ് സിന്തറ്റിക് മെറ്റീരിയൽസ്. കാരണം മോണ്ടിസോറി മെത്തേഡിലെല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നതുമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള മെറ്റീരിയൽസ് കഴിവതും ഒഴിവാക്കുക. പക്ഷെ നമുക്കറിയാം, സ്കൂളുകളിൽ കണ്ടിട്ടുണ്ടല്ലേ പ്ലാസ്റ്റിക്കിന്റെ ആൽഫബറ്റ്സും അതും ഇതൊക്കെ കാണാറുണ്ട്. ഓക്കെ, ടോയ്സും ഒക്കെ കാണാം. അത് അത്ര നല്ലതല്ല എന്നാണ് മറിയ മോണ്ടിസോറി എന്ന് പറഞ്ഞിരുന്നത്. കാരണം കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നത് മറ്റുള്ളതാണെന്നുള്ള രീതിയിലായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എനിവേ, നമുക്ക് ഒരു ഗ്രൂപ്പിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ ഇവർക്ക് കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് പിന്നെ പോയിട്ടുള്ളവര്, ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളവരുടെ കയ്യിൽ ടീച്ചിങ് മാനുവൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് പിന്നീട് അത് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ പോകാൻ പോകുന്നവരും ടീച്ചിങ് മാനുവൽ എഴുതുക. ടീച്ചിങ് മാനുവൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനോ സബ്മിറ്റ് ചെയ്യാനോ വേണ്ടിയല്ല എഴുതാൻ പറഞ്ഞത്, നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട്. പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ഞാൻ അന്ന് ആ സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് എന്ത് കൊടുത്തു, അത് കൊടുത്തപ്പോൾ കുട്ടികളുടെ റെസ്പോൺസ് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു റെഫറൻസ് ആണ് ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റ്. പിന്നെ എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കിത് പ്രസന്റ് ചെയ്യാം. ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ചെയ്ത ടീച്ചിങ് മാനുവൽ ആണെന്നും പറഞ്ഞ് അവരെ കാണിക്കാം. അത് ഇംപ്രസ്ഡ് ആവാനേ ചാൻസ് ഉള്ളൂ, അതല്ലാതെ അപ്പൊ നമ്മൾ കൊടുത്ത ആക്ടിവിറ്റിയിൽ കുട്ടികളുടെ റെസ്പോൺസ് ഒക്കെ കറക്റ്റ്. അപ്പൊ ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണത്. ഓക്കെ, അപ്പോ ഞാൻ ഫസ്റ്റ് പ്രാക്ടിക്കൽ ലൈഫ്. യെസ്, നമ്മള് പോവാത്തതാണെങ്കിൽ
നമ്മളിപ്പോ എന്തൊക്കെയാണ് ടീച്ചിങ് മാനുവലിൽ നമ്മൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം എഴുതി അങ്ങനെയാണോ ചെയ്യേണ്ടത്? ടീച്ചിങ് മാനുവലിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. നമുക്ക് അതിനകത്ത് 2 കോളംസ് ആണ്. ഫസ്റ്റ് കോളത്തിൽ ആക്ടിവിറ്റി, നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണ് കൊടുത്തത്. ടീച്ചിങ് മാനുവൽ ചെയ്യുന്നത് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചാണ്. ലെസൺ പ്ലാൻ അതിന്റെ പ്രീ പ്ലാൻ ആണ് അല്ലേ, അതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ചെന്നിട്ട് കുട്ടികൾക്ക് എന്ത് കൊടുക്കണം എന്ന് അപ്പം തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത ആക്ടിവിറ്റി അത് എഴുതി വെക്കും. നമ്മൾ ആദ്യം എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് ഇപ്പം അഡീഷൻ അല്ല, നമ്പർ ഫെമിലറൈസേഷൻ, അതാണ് നമ്മൾ ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റി എങ്ങനെ ചെയ്യിക്കുന്നു എന്നും കൂടെ നമ്മൾ എഴുതണം. നമ്പർ ഫെമിലറൈസേഷൻ നമുക്ക് മെറ്റീരിയൽസ് കയ്യിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ റൈമിലൂടെ നമ്പർ പഠിപ്പിക്കാം അല്ലെ, അങ്ങനെ ചെയ്യിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഏത് ആക്ടിവിറ്റിയിലൂടെയാണ് അത് ചെയ്യുന്നത് അതും കൂടി എഴുതുക. എന്നിട്ട് റിസൾട്ട് എന്താ കിട്ടേണ്ടത്? കുട്ടികൾ നമ്പർ നല്ലപോലെ മനസ്സിലാക്കണം അല്ലെ. ഇനി അതിന്റെ തൊട്ട് താഴെ മൈ ഇവാലുവേഷൻ അല്ലെങ്കിൽ മൈ ഒബ്സർവേഷൻ, മൈ അനാലിസിസ് എന്നൊരു പോർഷൻ ഉണ്ട് ഈ കോളത്തിന് പുറത്തായിട്ട്, ഈ ബോക്സിന് പുറത്തായിട്ട് താഴെ. അവിടെ എഴുതണം ഈ ആക്ടിവിറ്റി കൊടുത്തപ്പോൾ കുട്ടികളുടെ റെസ്പോൺസ്. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവർ പലതവണ റിപ്പീറ്റ് ചെയ്തു, നാളെ വീണ്ടും ചെയ്യിക്കണം എന്ന് പറഞ്ഞു, അവരത് ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള കുട്ടികളുടെ റെസ്പോൺസ് ഇല്ലേ, അതാണ് നമ്മൾ അവിടെ എഴുതി വെക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. അതല്ല മാം ഞാൻ ഉദ്ദേശിച്ചത്, അതിപ്പോ പോയവർക്കല്ലേ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ മാം പോവാത്തവര് ചെയ്യാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ. ഞാൻ അങ്ങനെ കേട്ടു, മീൻസ് പോവാത്തവരാണെങ്കിൽ അങ്ങനെ ഒരു ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. എങ്ങനെ അതെ, മിസ് പറഞ്ഞ പ്രാക്ടീസിന് പോകാത്തവര് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ഞങ്ങള് പോകുമ്പോ എന്തൊക്കെയാ ഉദ്ദേശിക്കണത് എന്ന് മാത്രം എഴുതിയോ മതിയോ എന്നുള്ളതാ ഞാൻ ചോദിച്ചത്. മാം അങ്ങനെ പറഞ്ഞു. ടീച്ചിങ് മാനുവലിൽ അല്ലാതെ എഴുതുന്നത്, അതൊരു അസൈൻമെന്റ് ആയിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മാം പറഞ്ഞു നിങ്ങൾ പോവാത്തവര് നിങ്ങൾ എങ്ങനെ ഇക്കാരം അവിടെ കൊടുക്കാന്നുള്ള രീതിയിൽ ചെയ്യാന്ന്. അങ്ങനെയല്ല, ആ ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. മാം തന്ന അസൈൻമെന്റിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതെ അതെ, അതാണല്ലേ പറഞ്ഞത്. കാരണം വെച്ചാൽ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവര് പോകുമ്പോൾ എന്തെല്ലാം ചെയ്യും എന്നുള്ളത്. ടീച്ചിങ് പ്രാക്ടീസ് സെയിം തന്നെയാട്ടോ വൈവയ്ക്ക് പോയവരുണ്ടാവും, പോവാത്തവരും ഉണ്ടാവുമല്ലോ. പോയവരോട് നിങ്ങൾ എന്താണ് ചെയ്തത്, എത്ര ദിവസം ഉണ്ടായിരുന്നു, അവിടുത്തെ റെസ്പോൺസ് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കും. പോകാത്തവരോട് കൊണ്ട് 2 minutes വിർച്വലി അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യിക്കും. പിന്നെ വൈവയ്ക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ സെഷന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നേരെ വരുന്നവര് വൈവ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. കാരണം അത്രയും കുട്ടികളുടെ ആ ഒരു ദിവസം കൊണ്ടങ്ങ് തീരുമല്ലോ. MT4 വന്നപ്പോ ഏകദേശം 12 പേര് അന്ന് വൈവക്ക് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ വളരെയധികം വെൽക്കം ചെയ്യുന്നു. കാരണം അത്രയും പേരുടെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്തോറും നമുക്ക് ഈ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഈ മെറ്റീരിയൽസ് എല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെന്ന്. മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുവരണ്ട, റെക്കോർഡ് അസൈൻമെന്റ് ഒക്കെ നിങ്ങൾക്ക് കയ്യിലെടുക്കാം. അത് സൈനും സീലും ചെയ്ത് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നോക്കും. പറ്റുന്നവരൊക്കെ വൈവ അന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി അങ്ങ് പോവാനായിട്ട് നോക്കും. ഓക്കെ. സോ ഫസ്റ്റ് വൺ നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ആണ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നമ്മളുടെ കിച്ചണുമായിട്ടാണ് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്തത്. ഇറ്റ്സ് ലൈക്ക് പ്രാക്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ അങ്ങനെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കിച്ചൺ തന്നെയാണ്. കുട്ടികൾ ജ്യൂസ് ഉണ്ടാക്കും, വെജിറ്റബിൾസ് കട്ട് ചെയ്യും, ഫ്രൂട്ട്സ് കട്ട് ചെയ്യും, പിന്നെന്താ കുക്കീസ് ഉണ്ടാക്കും, ഓവനൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ കുക്കീസ് ഒക്കെ ഉണ്ടാക്കും. നിറയെ ഗ്ലാസിന്റെ ടംപ്ലേഴ്സും പാത്രങ്ങളും എല്ലാം ഉണ്ടാകും. അതെല്ലാം അവർ നോക്കും. ജഗ്ഗില് വെള്ളം നിറയ്ക്കും, പൾസസും സിറൽസും ഒക്കെ നിറച്ചു വെക്കും, കണ്ടെയ്നേഴ്സിലാക്കി വെക്കും. അങ്ങനെ കുറെ ആക്ടിവിറ്റി അവർക്ക് ചെയ്യാനുണ്ടാവും. നൈഫ് ഉണ്ടാകും, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അപ്പൊ കുട്ടികൾക്കൊരു കോൺക്രീറ്റ് ഐഡിയ കിട്ടുവാണ് ഈ മെറ്റീരിയൽസിനെ കുറിച്ചെല്ലാം. കറക്റ്റ് ആയിട്ടൊരു ഐഡിയ. കോൺക്രീറ്റ് ഒന്ന് ഉള്ള സാധനം അവർ ടച്ച് ചെയ്ത് നോക്കുന്നു, യൂസ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള എക്സസൈസസ് അവരവിടെ ചെയ്യും. ഇത് ചെയ്യുമ്പോൾ അവിടെയാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ് ഡ്രസ്സിംഗ് ഫ്രെയിംസ് എല്ലാം വരുന്നത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ ഇൻഡിപെൻഡന്റ് ആകാനുള്ള അവരുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ചുകൂടെ ബൂസ്റ്റഡ് ആകുന്നു. തന്നെ അവര് ഷൂ ലേസ് കെട്ടാനും ബാഗിലെ ബുക്സ് എല്ലാം അറേഞ്ച് ചെയ്ത് അത് ക്ലോസ് ചെയ്യാനും
എല്ലാം അവർ പഠിക്കുന്നത് അവിടെയാണ്. നാപ്കിൻസ് ഫോൾഡ് ചെയ്യാൻ, ഇപ്പൊ തുണികളെല്ലാം ഫോൾഡ് ചെയ്യാനും, പിന്നെ മാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റോൾ ചെയ്ത് ഒരു സൈഡിലേക്ക് വെക്കാനും, വെള്ളം എവിടെയെങ്കിലും സ്പിൽ ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മോപ്പ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും, ആ ക്ലോത്ത് വെച്ച് മോപ്പ് ചെയ്ത് അവിടെ നീറ്റ് ആക്കാനും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ അവിടെ പഠിക്കും. പിന്നെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ പലപ്പോഴും പല കാര്യങ്ങളും ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. മിക്ക മോണ്ടിസോറി മെറ്റീരിയൽസും ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും, കുറേ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ കുട്ടികൾ അവരുടെ ടേൺ ആവുന്നവരെയും ഒരു പേഷ്യൻസോട് കൂടി അവർ വെയിറ്റ് ചെയ്യും. എന്റെ ടേൺ ആവുമ്പോ എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ടാകും, അവർ ആ ഒരു ക്ഷമയോടുകൂടി, അപ്പൊ ഡിസിപ്ലിൻ അതെല്ലാം അവരിൽ തന്നെ ജനറേറ്റ് ആവുന്നു. അപ്പൊ ഇത് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും അഡൽട്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് ഇവര് ചെയ്യുന്ന പല ആക്ടിവിറ്റീസും നമ്മൾ കാണുന്നത്. ഒരു ജഗ്ഗില് വെള്ളം നിറയ്ക്കുമ്പോൾ അഡൽറ്റിന് എന്താ ജസ്റ്റ് ആ ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യുക എന്നുള്ള ആ ഒരു എൻഡ് റിസൾട്ട് മാത്രമേ ഉള്ളൂ. കുട്ടിയെ സംബന്ധിച്ച് ആ പ്രോസസ് അവനെ എൻജോയ് ചെയ്യും. അവൻ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ഒത്തിരി കാര്യങ്ങളിൽ ഇൻസ്പയർ ആകും, ട്രിഗർ ആകും. ഓക്കെ, പിന്നെ നമുക്കറിയാം കുട്ടികളുടെ ഒരു ബർത്ത് തുടങ്ങി 6 വരെ ഇവരുടെ ഒരു സെൻസിറ്റീവ് പീരീഡ് ആണ്. പിന്നെ ബർത്ത് തുടങ്ങി 3 years വരെ അബ്സോർബൻ മൈൻഡ് ആണ്. ആഫ്റ്റർ 3 years ഈ അബ്സോർബൻ മൈൻഡ് കോൺഷ്യസ് ആകുന്നു. 3 years വരെ ഒരു അൺകോൺഷ്യസ് മൈൻഡ് ആയിരുന്നു, അത് കഴിയുമ്പോഴേക്കും അത് കോൺഷ്യസ് ലെവലിലേക്ക് മാറും. അപ്പൊ ആഫ്റ്റർ 3 years അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ പിന്നീടുള്ള സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ നിങ്ങൾക്ക് വരുന്ന കുറെ മെറ്റീരിയൽസ് ഒന്നാണ് ഡ്രസ്സിംഗ് ഫ്രെയിംസ്. അത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലാണ് വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ വീട്ടില് നമ്മളുടെ കിച്ചണിൽ ചെയ്യുന്ന പല കാര്യങ്ങളും, സ്പൂണിങ് അല്ലെ, സ്പൂണില് എന്തെങ്കിലും എടുത്ത വേറൊരു കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരിടത്ത് ഇരുന്നു കൊണ്ട് ആക്ടിവിറ്റി ചെയ്യുന്നത്, നിന്നുകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റി, അപ്പൊ അവിടെ സിറ്റിംഗ്, സ്റ്റാൻഡിങ്, ആ ഒരു ബോഡിയുടെ മൂവ്മെന്റ് നടക്കും. പിന്നെ മാറ്റുകൾ റോൾ ചെയ്യുക, അൺറോൾ ചെയ്യുക അല്ലെ, ചുരുട്ടി വെക്കാൻ പറ്റുന്നത്, പിന്നെ നിവർത്തിയിടണം, ആവശ്യം വരുമ്പോൾ അത് നിവർത്തിയിടും. ഓക്കെ, ട്രാൻസ്ഫറിങ്, ഒന്നിൽ നിന്ന് മറ്റേലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പോർ ചെയ്യുന്നത്, അതെല്ലാം ഇതിൽ വരുന്നു. പിന്നെ ഫോൾഡ് ചെയ്യുന്നത്, പിന്നെ ആദ്യം നമ്മൾ കൊടുക്കുന്ന എക്സസൈസസ് ഒക്കെ വലിയ, അതായത് റോൾ ചെയ്യുന്നത് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്തെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുന്നതാണ് ചെറിയ രീതിയിലുള്ളത്, ഫോൾഡിങ്, അൺഫോൾഡിങ്, ഈ നാപ്കിൻസ് ഒക്കെ ഫോൾഡ് ചെയ്യുന്നത്, പിന്നെ സ്ക്യൂസിങ്, ലെമണേഡ്, ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ നാരങ്ങ പിഴിയണമല്ലോ, അപ്പൊ അതിന്റെ സ്ക്യൂസിങ്, പിന്നെ ട്രാൻസ്ഫറിങ്, പിന്നെ പെഗ്ഗിങ്. പെഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാസ്റ്റൻ ചെയ്യുന്നത്, അതായത് ഇപ്പോ വുഡൻ ആയിട്ടുള്ള ആണിയിലേക്ക് ചരട് വെച്ച് വലിച്ചു കെട്ടി സെക്യൂർ ചെയ്യില്ലേ, ഈ ടെന്റ് കൂടാരമൊക്കെ കെട്ടിവെക്കില്ലേ, അതുപോലെ ചെയ്യുന്ന ആക്ടിവിറ്റി. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ വേണമല്ലോ, അതൊക്കെ ലൈറ്റ് എക്സസൈസുകളാണ്, പിന്നീട് കൊടുക്കുന്നത്, ആദ്യം കൊടുക്കുന്ന ഒന്നല്ല. പിന്നെ സ്വീപ്പിംഗ്, തുടയ്ക്കുന്നത് പറഞ്ഞല്ലോ, വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ സ്പിൽ ഔട്ട് ആയി പോവുകയാണെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കുന്നത്. ഇതെല്ലാം അവർ ആ ഒരു ഏജിൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ഈ കുട്ടികൾ നല്ലപോലെ ചെയ്യും. നമ്മുടെ ഇവിടെ മാത്രമാണ് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കാൻ മടിക്കുന്നത്. ഈ ജപ്പാനിലൊക്കെ പ്യുവർ മോണ്ടിസോറി മെത്തേഡ്, അവിടെ കുട്ടികൾ അതെല്ലാം ജീവൻ ക്ലാസ് റൂം വരെയും ക്ലീൻ ചെയ്യുന്ന കുട്ടികളാണ്, കുക്ക് ചെയ്യുന്നവരവിടെ ആ ചെറുപ്രായത്തില്. പിന്നെ നൂല് കോർക്കുന്നത്, മുത്തൂല് സൂചിയിൽ കോർക്കുന്നത്, ഇതൊക്കെ ചെയ്യിക്കാട്ടോ. സൂചിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. സൂചിയുടെ ഷാർപ്പ് എന്താണെന്നുള്ള കുട്ടിയെ മനസ്സിലാക്കുക. അഥവാ അത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുവാണെങ്കിൽ ആ ഷാർപ്പ് ഭാഗത്ത് എന്തെങ്കിലും ഒട്ടിച്ച് നമുക്ക് സെക്യൂർ ചെയ്ത് കൊണ്ടുപോവാം. കൊണ്ടുപോകാണ്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ എന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് അതിന്റെ എൻഡ് ഷാർപ്പ് ഭാഗം സെക്യൂർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സ്കൂളിൽ എങ്ങാനും കുട്ടിക്കൊരു കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ചെയ്തെങ്കിലും അതും ഒരു പ്രശ്നമാണല്ലോ. അപ്പൊ ആദ്യമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡേഞ്ചർ ആണ് പല കാര്യങ്ങളും, പക്ഷെ നമ്മളുടെ ഒബ്സർവേഷൻ, അവിടെയാണ് നമ്മുടെ ഒബ്സർവേഷന്റെ പവർ വേണ്ടത്. ഓക്കെ, പിന്നെ കട്ട് ചെയ്യുന്നത്, ഓക്കെ, പിന്നെ സിസേഴ്സ് യൂസ് ചെയ്ത് പേപ്പർ കട്ട് ചെയ്യുക, തമ്മിൽ പേസ്റ്റ് ചെയ്യുക, കൊളാഷ് ഉണ്ടാക്കുക, അങ്ങനെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു വെക്കുക, അങ്ങനെയുള്ളത്. പിന്നെ ഇത് ഡോറൊക്കെ ഓപ്പൺ ചെയ്യാനും ചെറുപ്പത്തിൽ എപ്പോഴും പറ്റുന്നതാണല്ലേ, ബാത്റൂമിനകത്ത് പെട്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പണിങ്, ക്ലോസിങ്, പിന്നെ ഡ്രോയേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, കബോർഡ്സ്, പിന്നെ കേസസ്,
ചെസ്റ്റ് എന്ന് പറയുന്നത് വലിയ വുഡൻ ബോക്സിനെയാണ് ചെസ്റ്റ് എന്ന് പറയുന്നത്. പണ്ടത്തെ പോലത്തെ തകരപ്പെട്ടി പോലത്തെ എന്തോ ആണോ എന്ന് എനിക്കറിയില്ല. വലിയ വുഡൻ ബോക്സസ്. നമുക്കിപ്പോ കുറെ സാധനങ്ങൾ ഇപ്പോ അക്രി പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പണ്ടത്തെ ആൾക്കാർ ഈ തകരപ്പെട്ടികളൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യില്ല. അല്ലെങ്കിൽ പഴയ വുഡൻ പീസിന്റെ വലിയ പെട്ടികളൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ ചിലപ്പോൾ ആന്റിക് പീസ് ഒക്കെ ഇട്ട് കാണും. മഞ്ച പറയാം, മഞ്ച. ഞങ്ങളിവിടെ അതിന് പേര് മഞ്ചാന്നല്ലേ? ഓക്കെ അല്ലെ. ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങൾ വായിച്ചു വരുമ്പം നിങ്ങൾക്ക് ന്യൂ വേർഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ, എനിക്ക് ന്യൂ വേർഡ് ആയി തോന്നിയത് കൊണ്ടാണ് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ഓക്കെ. പിന്നെ സ്ക്രൂ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. സ്ക്രൂ, പിന്നെ ബോട്ടൽ, ജാറ്, അതിന്റെ കടപ്പുകള് അത് ഓപ്പൺ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഈ ബോക്സുകൾ അടപ്പുള്ളതും അടപ്പില്ലാത്തതും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കീ, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതെല്ലാം പിന്നെ അറേഞ്ച് ചെയ്യുന്നത്, ടേബിളും ചെയറും അറേഞ്ച് ചെയ്യുന്നത്, പിന്നെ മറ്റ് ക്ലാസ് റൂമിലുള്ള മറ്റ് ഒബ്ജക്ട്സ് അറേഞ്ച് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്, സ്ക്രബ് ചെയ്യുന്നത്, ഉരച്ച് വൃത്തിയാക്കേണ്ടത് ഉരച്ച് വൃത്തിയാക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, പോളിഷ് ചെയ്യുന്നു. ഈ വുഡൻ ഫർണിച്ചർ ഒക്കെ പോളിഷ് ചെയ്യാനും വൈറ്റ് വാഷിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറെയൊക്കെ കുട്ടികളെയൊക്കെ ഏൽപ്പിക്കാന്നാ പറയുന്നത്. അയണിങ് ഒക്കെ കുട്ടികളെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ പെറ്റ്സിനെയും പ്ലാന്റ്സിനെയും, അതായത് അനിമൽസിനെയും പ്ലാന്റ്സിനെയും ടേക്ക് കെയർ ചെയ്യണം, ആ ഒരു ചിന്ത അവരുടെ മനസ്സിലൂടെ കടത്തിവിടും. പിന്നെ സെൽഫ് കെയർ, നമ്മളെ തന്നെ വാഷ് ചെയ്യുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ കുട്ടികൾക്ക് കിട്ടുന്നതാണ് സെൽഫ് കെയർ. കെയർ ഓഫ് എൻവിയോൺമെന്റ്, അവരുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സിനെ കെയർ ചെയ്യുന്നത്. സ്വയം കെയർ ചെയ്യുന്ന മാത്രമല്ല, മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതും കെയർ ഓഫ് എൻവിയോൺമെന്റ്. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഇതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് ഗ്രേസ് ആൻഡ് കർട്സി. ആ ഒരു ആളുകളോടും നല്ല മാനേഴ്സിൽ പെരുമാറുന്നത്, എല്ലാവരോടും ഒരു താങ്ക് യു, ആ ഒരു മനോഭാവം ഉള്ളത്. അങ്ങനെ. പിന്നെ ട്രാഫിക് റൂൾസ് ഒക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ വീട്ടിലൊക്കെ ഒരു സിഗ്നൽ പോലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾ ട്രാഫിക് റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്. ഇതിന്റെ പ്രസന്റേഷൻ ഉണ്ട്. പിന്നെ മാറ്റിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. മാറ്റ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്നുള്ളതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്. മാറ്റ് യൂസ് ചെയ്ത് കുട്ടികളെ മെറ്റീരിയൽസ് ആ ആക്ടിവിറ്റി ചെയ്യുന്ന, അവർ ആ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. ഈ ഏരിയയിലാണ് ഞാൻ ചെയ്യേണ്ടത്, ഈ മാറ്റിന്റെ മുകളിൽ വെച്ചാണ് ചെയ്യേണ്ടതെന്നുള്ള സെൻസ് ആദ്യം കിട്ടിക്കഴിയുമ്പോൾ തൊട്ടടുത്തുള്ളവരെയോ ഡിസ്റ്റർബ് ചെയ്യില്ല, ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യില്ല. ഇവര് ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യുന്ന മെറ്റീരിയൽസ് ആ മാറ്റിൽ തന്നെ ഇരിക്കും, വേറെ എങ്ങോട്ടും ചിതറിയൊന്നും ഉരുണ്ടൊന്നും പോവില്ല. ഓക്കെ. അതിനൊരു എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം മാം. ഞാൻ എന്റെ മോനെ എപ്പോഴും ഫുഡ് കൊടുക്കുന്നത് ബെഡിൽ വെച്ച് ഇരുന്നിട്ടാ. ആള് മുമ്പൊക്കെ ഇങ്ങനെ ഫുൾ ഓടി നടന്ന് അങ്ങനെയൊക്കെ ആഹാരം കഴിക്കുള്ളൂ. അപ്പൊ എനിക്കിങ്ങനെ പുറകെ ഓടി മതിയായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബെഡിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ ഡ്രൈ ഷീറ്റ് പോലെ ഒരു ഷീറ്റ്, നമ്മള് മൂത്രമൊക്കെ ഒഴിച്ച ബെഡിലേക്ക് ആവാതിരിക്കാനുള്ള ഷീറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ വിരിച്ചിട്ടാണ് അവനെ അതിലിരുത്തുക. അപ്പോ ഭക്ഷണം ആയാലും ബെഡിലൊന്നും ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലാ വെക്കാറ്. അപ്പൊ 1-2 പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്തു. അങ്ങനെ ആദ്യം അവനെ ഭക്ഷണം കൊണ്ട് പോയിട്ട് ബെഡിൽ വിരിച്ചിട്ട് ഇരുത്തിയ ശേഷമാണ് ഞാൻ ഇതൊക്കെ വെച്ചു കൊടുക്കാറ്. പിന്നെ ഒരു ദിവസം ഫുഡ് കഴിക്കാണ്ട് അല്ലാതെ എന്നെ വെറുതെ റൂമിൽ ചെന്നപ്പോ അവന് ടോയ്സ് ഒക്കെ വേണം പറഞ്ഞു. എന്നിട്ട് അവൻ തന്നെ എടുത്തു, 2 വയസ്സാവുന്നേ ഉള്ളൂ, അവൻ തന്നെ ഈ മാറ്റ് എടുത്ത്, ഈ ഡ്രൈ ഷീറ്റ് എടുത്ത് വിരിച്ച ശേഷം അതിലിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ആ ടോയ്സ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് അതൊക്കെ എടുത്തു കൊടുത്തു. അപ്പൊ ഇതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലപോലെ. എനിക്കും ഉണ്ട് മിസ് ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഒന്ന് പറഞ്ഞു, ഒറ്റ മിനിറ്റ് കൊണ്ട് ചെയ്തേക്കാം. എന്റെ അനിയത്തിയുടെ കുട്ടികളും ഇതുപോലെ അവരുടെ വീട്ടില് ട്വിൻസ് ആണ്. അപ്പോൾ ചെല്ലുമ്പോൾ ഈ കളിപ്പാട്ടങ്ങളെല്ലാം ചെറുതായിട്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഞാൻ അവരോട് പറയും, ഇതിങ്ങനെയല്ല, നമുക്ക് ഒരു കളിയിലൂടെ എല്ലാം ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുന്നത്, ഓരോ സാധനം അടുക്കി വെക്കുന്നത്, അങ്ങനെ ഇവരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് പിന്നെ ഇവരുടെ പാമ്പർ ആണെങ്കിലും ഞാനൊരു ബക്കറ്റ് വെച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യൂസ് ചെയ്തിരുന്നു, നിങ്ങൾ തന്നെ കൊണ്ടിട്ടോന്ന്. അപ്പൊ അവർക്കതൊരു ഇൻട്രസ്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഈ കളിപ്പാട്ടങ്ങളാണെങ്കിലും ഇവരിങ്ങനെ എല്ലാം കൊണ്ട് അടുക്കി വെക്കാൻ തുടങ്ങി, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത്. അപ്പോ ഇവർക്ക് ഇത് മാറ്റി വിരിക്കാന്നറിയില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പാ വെച്ചിട്ട് ഇവരോട് പറഞ്ഞു ഇതിൽ വെച്ച് കളിച്ചാൽ മതിയെന്ന്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് കളിക്കുക. അപ്പൊ ഇവര് പോളിയോ കുടിക്കാനായിട്ട് നേഴ്സറി അംഗനവാടിയിൽ പോയപ്പോ അവിടെ ഇത് മുഴുവൻ നിരത്തിയിട്ടേക്കുന്നു. അപ്പൊ അവിടുത്തെ ടീച്ചറോട് ഇവൻ പറഞ്ഞു, രണ്ടുപേരിൽ ഒരാളാണ് പറഞ്ഞത്, ടീച്ചർ ഇങ്ങനെയൊന്നും ഇവിടെ ഇടല്ലേ, ഇതൊക്കെ മാറ്റി വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ ടീച്ചർ ചോദിച്ചു, അവിടെ പഠിക്കുന്ന ആളല്ല, ഇത് ഇങ്ങനെയൊന്നും ഇവിടെ ഇടരുതെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ അടുക്കി വെക്കണം.
ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ ഇവിടെ വരുമ്പോഴായാലും ഞാൻ ചില്ല് ഗ്ലാസ് എല്ലാം അങ്ങ് കൊടുത്തു വിടും. അപ്പൊ എല്ലാരും അയ്യോ കൊച്ചത് പൊട്ടിക്കും എന്ന് പറയും. പക്ഷെ ഞാനിത് കൊടുക്കുന്നോണ്ട് അവരെല്ലാ കാര്യങ്ങളും ഇപ്പം എന്റെ ഒരു മോണ്ടസോറി ഞാൻ അപ്ലൈ ചെയ്യുന്ന അവരെല്ലാം വിചാരിക്കും. കിട്ടുന്ന ടൈം മുഴുവൻ ഞാൻ അവരെ ചെയ്യും. ഓക്കെ, സോ ഇതിനകത്ത് കുറെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾക്കത് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ അതുപോലെ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കറിയാം ഇവര് ഓരോന്നും ചെയ്ത് ഓട്ടോ കറക്ഷൻ, അതായത് കൺട്രോൾ ഓഫ് എറർ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളായിട്ട് ദിസ് ഇസ് റോങ് എന്ന് പറയാൻ പാടില്ല. ദാറ്റ് വിൽ അറസ്റ്റ് ദർ ഡെവലപ്മെന്റ്. അപ്പൊ അത് അവര് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്. ഞാൻ നെക്സ്റ്റ് ഏരിയയിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ വായിച്ചു നോക്കുക. ന്യൂ വേർഡ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് മീനിങ് ജസ്റ്റ് ഒന്ന് നോക്കുക. ബാക്കി അതിനകത്തൊന്നുമില്ല. ഓരോരോ ഏജില് പിന്നെ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബോണസ് ആയിട്ട് ഇവർക്ക് കിട്ടുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെ. നമ്മൾ അവരുമായിട്ട് കളിക്കുമ്പോഴാണെങ്കിലും അവരോട് എന്തെങ്കിലും പറയുമ്പോഴാണെങ്കിലും എന്ത് ചെറിയ ഏജ് ആണെങ്കിലും നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് ഫ്രം ബർത്ത് ജനിക്കുമ്പോഴല്ല അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോൾ തുടങ്ങി ഇവര് പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അവരുടെ ആ ജീവൻ തുടിപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇവര് പല ശബ്ദങ്ങളും കേൾക്കും. മോർ ഫെമിലിയർ ടു ഹ്യൂമൻ വോയിസ് അല്ലെ. അങ്ങനെയാണ് അവർ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ആ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആ ഒരു ഏരിയയിലെ കുട്ടികൾ ബാബ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നു, കൂൾ സൗണ്ട് ഉണ്ടാക്കുന്നു, ഓരോരോ ഏജിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ് ടു നമ്മൾ കേട്ട് പറഞ്ഞ് വരുമ്പോ അതാകും. അതിപ്പോ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അല്ലെ. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇംഗ്ലീഷ് പേടി എന്നൊക്കെ ഇങ്ങനെ പലരും പറയാറുണ്ട്. ഇംഗ്ലീഷ് ഇങ്ങനെ ബ്ലോക്കിംഗ് ആവുന്നു, ഇവിടെ ഒന്ന് ഇരിക്കും, പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ നമുക്കത് പറ്റും, നമ്മൾ യൂസ് ചെയ്താൽ മതി. മടികൂടാതെ അത് ഉപയോഗിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, സോ കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ സെൻസോറിയൽ ഏരിയയിലേക്ക് പോവുകയാണ്. സെൻസോറിയൽ ഏരിയയിലാണ് നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് വരുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് അവിടെ 5 സെൻസസ് ഉണ്ട്. ആ 5 സെൻസിലെ ടാക്ടൈൽ സെൻസ്, അതായത് നമ്മൾ ടച്ച് ചെയ്യുന്ന സെൻസിനെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടച്ച് സെൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കിനെസ്തെറ്റിക് സെൻസ് അല്ലെങ്കിൽ ടാക്ടൈൽ സെൻസ് എന്നറിയപ്പെടുന്ന ആ ഒരു സെൻസ്. ഓക്കെ, സെൻസോറിയൽ ഏരിയ. ഓക്കെ, 5 സെൻസസ് ഉണ്ട്. നമുക്കറിയാം വിഷ്വൽ നമ്മൾ കാണുന്നത്, ടാക്ടൈൽ സെൻസ് നമ്മൾ ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നത്, ഓഡിറ്ററി ഹിയറിംഗ്, ഓൾഫാക്ടറി സ്മെൽ ചെയ്ത് വരുന്നത്, ഗസ്റ്റേറ്ററി നമ്മുടെ ടേസ്റ്റ്. ഓക്കെ, ഇത് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ടാക്ടൈൽ സെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് നോക്കുന്നു, നമ്മളത് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അതിന്റെ വെയിറ്റ് മനസ്സിലാവും അല്ലെ. ചില സാധനങ്ങൾ വെയിറ്റ് ഉള്ളതുണ്ടാവും. ദാറ്റ് ഇസ് ബാരിക് സെൻസ്, വെയിറ്റ് മനസ്സിലാകാനായിട്ട്. ചിലതിന് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. ചിലത് തൊടുമ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്യും, ചിലത് തൊടുമ്പോൾ ഒരു ചൂട് ഫീൽ ചെയ്യും അല്ലെ. ആ തെർമിക് സെൻസ്. അപ്പൊ ഇവിടെ ബോട്ടിൽസ് ഉണ്ട്. ഈ മോണ്ടിസോറി മെറ്റീരിയലിന്റെ കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട്, വളരെ ചെറിയ ബോട്ടിൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ആ ബോട്ടിൽസിൽ പല ടെമ്പറേച്ചറിൽ വരുന്ന വാട്ടർ ഫിൽ ചെയ്യും. എന്നിട്ട് 4 ബോട്ടിൽസ് ആണെന്നാണ് എന്റെ ഓർമ്മ. എന്നിട്ട് ഇതിങ്ങനെ വെക്കും. അപ്പൊ അതിന് നല്ല ഹോട്ട് ആയിട്ടുള്ള വാട്ടർ ഉണ്ടാവും. പിന്നെ ലൂക്ക് വാം വാട്ടറിലെ ചെറിയ ചൂടുള്ളത് അത് കാണും. പിന്നെ അതുപോലെ തന്നെ നോർമൽ ടെമ്പറേച്ചർ, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വരുന്ന ആ ഒരു വാട്ടർ ഉണ്ടാവും. നല്ല തണുത്ത വെള്ളം, കോൾഡ് വാട്ടർ, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇത് 2 സെറ്റ് ഉണ്ട്. അതായത് 4 + 4 8. അപ്പോൾ രണ്ടും ഐഡന്റിക്കൽ ആയിട്ടുള്ള പെയർ ഉണ്ടാവും. അപ്പൊ എന്നിട്ട് ടച്ച് ചെയ്ത് അതായത് ടെമ്പറേച്ചർ തുറന്നല്ല ടെമ്പറേച്ചർ മനസ്സിലാകും. നമ്മൾ ആ ബോട്ടിലിന്റെ പുറത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെമ്പറേച്ചർ മനസ്സിലാകും. എന്നിട്ട് പെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു അതിന്. അങ്ങനെയാണ് തെർമിക് സെൻസിന്റെ വരുന്നത്. പിന്നെ സ്റ്റിരിയോഗണിസ്റ്റിക് സെൻസ് ഉണ്ട്. സ്റ്റിരിയോഗണിസ്റ്റിക് സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കാണാതെ കേൾക്കാതെ ഫീൽ ചെയ്ത് മാത്രം മനസ്സിലാക്കുന്ന അതാണ് സ്റ്റിരിയോഗണിസ്റ്റിക് സെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കുട്ടിയുടെ കോൺസെൻട്രേഷൻ അല്ലെ. നമ്മളിപ്പോ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തൊരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇപ്പൊ ടച്ച് ചെയ്ത് മനസ്സിലാക്കണം. നമുക്ക് ടച്ച് ടാബ്ലറ്റ്സ് ഉണ്ട്. ഈ ടച്ച് ടാബ്ലറ്റ്സും ഇതുപോലെ തന്നെ 10 ടാബ്ലറ്റ്സ് ആണുള്ളത്. ഈ 10 ടാബ്ലറ്റ്സിൽ 5 എണ്ണം 5 ആണ്. അതായത് പെയർ ഉണ്ട്, ഒരേപോലെയുള്ള 2 എണ്ണം ഉണ്ട്. അങ്ങനെയാണ് 10 ടാബ്ലറ്റ്സ് വരുന്നത്. നമുക്ക് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ, നിങ്ങളെ ഓൺലൈൻ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ
നോക്കി ചെയ്യുന്നതിനേക്കാളും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേഷനിലായിരിക്കും. നമ്മൾ ആ ടച്ച് ചെയ്യുന്നതിൽ നല്ലപോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ അത് പെയർ ചെയ്യിക്കുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫാബ്രിക്കുകളുണ്ട്, ടച്ച് ഫാബ്രിക്സ്, പല ടെക്സ്ചറിൽ വരുന്ന ഫാബ്രിക്കുകളുണ്ട്. കോട്ടൺ സിൽക്ക് അതിന്റെ മിക്സ്, ജൂട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് റഫ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണല്ലോ. സിൽക്ക് എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതായിരിക്കും. അതൊക്കെ നമുക്ക് ലോ കോസ്റ്റിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഒരു ഹാൻഡ് കർച്ചീഫ് സൈസിൽ ഇതുപോലെ, അല്ലെങ്കിൽ ഹാൻഡ് കർച്ചീഫ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഈ എന്തെങ്കിലും ടൈലറിംഗ് ഷോപ്പിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുക. ഒരു കട്ട് ചെയ്ത് പോകുന്ന പീസസ് ഉണ്ടാവുമല്ലോ, കളക്ട് ചെയ്ത് കിട്ടുന്നത് നമുക്ക് സൈഡൊക്കെ നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത്, ഹാൻഡ് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ടച്ച് ഫാബ്രിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ എല്ലാ സെൻസസും വരുന്ന മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. ഈ സൗണ്ട് സിലിണ്ടേഴ്സ്, ഇതിനകത്ത് നമ്മൾ പല മെറ്റീരിയൽസ് ഇട്ടിട്ട് അതിന്റെ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് സാൻഡ് പാർട്ടിക്കിൾസ്, പല ടൈപ്പ് സാൻഡ് ഉണ്ടല്ലേ, നല്ല പൊടി ഷുഗർ പോലെ വരുന്ന ഫൈൻ ആയിട്ടുള്ള സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. കുറച്ച് കൂടുതൽ കല്ല് മിക്സ് ആയിട്ടുള്ള സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പൊ ബട്ടൺ ഇടുമ്പോൾ വേറൊരു ശബ്ദമായിരിക്കും, ബീഡ്സ് ഇട്ട് ശബ്ദം ഉണ്ടാക്കുമ്പോൾ വേറൊരു ശബ്ദമായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ലെവൽസിലുള്ള സൗണ്ട് ബോക്സ്, സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. പിന്നെ സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സ്പൈസസ് ഇട്ടിട്ട് സ്മെല് ചെയ്ത് നോക്കാം, ആ രീതിയിലുള്ള സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഉണ്ട്, ഇതിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് സൈസ്, ഷേപ്പ്, വെയിറ്റ് അത് മനസ്സിലാകുന്ന രീതിയിൽ, അത് ബാരിക് സെൻസ് മനസ്സിലാകുന്ന രീതിയിലുള്ള സിലിണ്ടേഴ്സ് ഉണ്ട്. നോബ് സിലിണ്ടറും നോബ്ഡ് സിലിണ്ടേഴ്സും ഉണ്ട്. അപ്പം സിലിണ്ടർക്ക് ഷേപ്പിലാണ്, പക്ഷെ അതിന്റെ ഹൈറ്റ് ചിലതിന്റെ ഡിഫറെന്റ് ആയിരിക്കും, ചിലതിന്റെ വിഡ്ത്ത് ഡിഫറെന്റ് ആയിരിക്കും, വെയിറ്റ് ഡിഫറൻസ് ഉണ്ടാകും. അപ്പൊ ആ രീതിയിൽ നമുക്ക് സിലിണ്ടേഴ്സും അവൈലബിൾ ആണ്. പിന്നെ വുഡൻ കളറുള്ള നോബ്ഡ് സിലിണ്ടറും നോബ്ലെസ് ആയിട്ടുള്ള സിലിണ്ടേഴ്സ് 4 കളറിൽ 10 എണ്ണം നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാകും. ഇത് ഓഫ്ലൈൻ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വരുമ്പോൾ അത് ചെയ്ത് നോക്കാം. ഡയമെൻഷൻസ് വേരി ചെയ്യുന്നത് അത് മനസ്സിലാകും. ഓക്കെ, പിന്നെ നമുക്ക് കളർ ടാബ്ലറ്റ്സ് ഉണ്ട്. 3 ടൈപ്പ് കളർ ടാബ്ലറ്റ്സ് ആണുള്ളത്. അപ്പോ കളർ എന്നുള്ള ഒരു കളർ ടാബ്ലറ്റ്സ് ചെയ്യുന്നത് 3 പീരീഡ് ലെസൺസ് ആയിട്ട് കളർ ടാബ്ലറ്റ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഏതെങ്കിലും ഒരു കളർ, ഇപ്പൊ റെഡ് ആണെങ്കിൽ റെഡ് കളർ ടാബ്ലറ്റ് മുന്നോട്ട് വെച്ചിട്ട് ആദ്യമായിട്ട് കളർ പഠിപ്പിക്കുക കുട്ടികൾക്ക്. ഓർമ്മയുണ്ട്. ആദ്യം ഒരു കളർ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് അത് മാറ്റിയിട്ട് വേറൊന്ന് കാണിച്ചു. അതന്നെ, അപ്പൊ നമ്മളത് 3 പീരീഡ് ലെസൺ ആയിട്ട് പറഞ്ഞു. പക്ഷെ നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടിയുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് നമുക്ക് 3 പീരീഡിനെ പിന്നെയും മാറ്റാം. അതൊക്കെ നമുക്ക് കുട്ടിയുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമുക്കത് ചെയ്യിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആ 3 പീരീഡ് ലെസൺ ആയിട്ട് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഇംപ്രൊവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിപ്പിക്കാം. അപ്പോ കളർ ടാബ്ലറ്റ്സ്, പ്രൈമറി കളർ ടാബ്ലറ്റ് ഉണ്ട്, സെക്കൻഡറി കളർ ടാബ്ലറ്റ് ഉണ്ട്, ടേർഷറി കളർ ടാബ്ലറ്റ് ഉണ്ട്. പ്രൈമറിയിൽ 3 കളറേ ഉള്ളൂ. സെക്കൻഡറിയിൽ 11 കളേഴ്സ് ഉണ്ട്. അത് 11 കളേഴ്സ് സെറ്റ് ആയിട്ട്, അതായത് 22 ടാബ്ലറ്റ്സ് ഉണ്ട്, 2 എണ്ണം ഒരുപോലത്തെ. അത് നമുക്ക് പെയറിംഗ് ആക്ടിവിറ്റി ചെയ്യിക്കാം. പിന്നെ ടേർഷറിയില് ആ ഒരു കളർ ബോക്സിൽ 9 കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. ഓരോ കമ്പാർട്ട്മെന്റിലും 7 ടാബ്ലറ്റ്സ് ഉണ്ടാകും. അതിനകത്ത് കളർ മിക്സിംഗ് 63 കളേഴ്സ് വരും ഈ ടേർഷറിയിൽ വരുന്നത്. പല കളർ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഓറഞ്ച്, ഡാർക്ക് അങ്ങനെ ഇങ്ങനെ പോകും. കളർ മിക്സിംഗ് ആയിരിക്കും. പിന്നെ നമുക്ക് ജോമെട്രിക് ഷേപ്സ് ഉണ്ട്, ജോമെട്രിക് ക്യാബിനറ്റ് ഉണ്ട്. അതിൽ പല രീതിയിലുള്ള ജോമെട്രിക് ഷേപ്സ് ഉണ്ട്. നമുക്കിവിടെ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു മെറ്റീരിയൽ. നമുക്കറിയാം, നമ്മൾ മാത്സിൽ പഠിച്ച കുറെ ജോമെട്രി ഏരിയയിലുള്ള ഷേപ്സ് ഒക്കെ ഉണ്ടല്ലോ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, പിന്നെ പല പോളിഗൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, മെനി സൈഡ്സ് വരുന്നത്. അതിപ്പോ ട്രയാങ്കിൾ ആണ് ഏറ്റവും ലീസ്റ്റ് സൈഡഡ് പോളിഗൺ. ട്രയാങ്കിൾ തുടങ്ങിയിട്ട് നമുക്ക് എന്താ പറയാ, ഹെക്സഗൺ, പെന്റഗൺ, ഒക്ടഗൺ അങ്ങനെയൊക്കെ പോകുള്ളൂ. അങ്ങനെ പോളിഗൺസ്. പിന്നെ പല ഷേപ്സിൽ വരും, എലിപ്സ്, ഓവൽ അങ്ങനെയുള്ള ഷേപ്പുകളൊക്കെ ഉണ്ടാവും. കേർവ്ഡ് ട്രയാങ്കിൾസ് ഉണ്ടാകും. പിന്നെ ട്രപ്പീസിയം, അങ്ങനെ പലതും. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഒന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. എന്നാലും വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ബെല്ല് ചിലപ്പോൾ കാണും.
നമ്മളിപ്പം നമുക്ക് ക്ലാസ് ഒരു സ്കൂളൊന്നും അല്ലല്ലോ. ബെല്ല് സാധാരണ ബെല്ലുണ്ടാവും, അതിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും, പോയി ചെന്ന് ബെല്ലൊക്കെ കുട്ടികൾ അടിക്കും. പിന്നെ ക്ലോക്ക് കാണും, ക്ലോക്ക് ഉണ്ടാവും. ക്ലോക്ക് കൂടുതലും 1, 2, 3 എന്ന് മാർക്ക് ചെയ്ത ക്ലോക്ക് ആയിരിക്കും. അതാവുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടാകും, ടൈം മനസ്സിലാക്കാൻ. അങ്ങനെ പിന്നെ വെയിറ്റ് നോക്കുന്നത്, വെയിങ് പാൻ, ഹൈറ്റ് നോക്കുന്നത് അത് കാണും, സോളാർ സിസ്റ്റത്തിന്റെ മോഡൽ കാണും, ഗ്ലോബ് കാണും. അതൊക്കെ സയൻസ്, ജോഗ്രഫി, അതർ കൾച്ചറൽ ഏരിയയിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് സെൻസോറിയൽ ഏരിയയിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കളർ ടാബ്ലറ്റ്സ്, നോബ്ഡ് സിലിണ്ടർ, നോബ്ലെസ് സിലിണ്ടർ, പിന്നെ പിങ്ക് ടവർ, പിങ്ക് ടവർ, പിന്നെ സൗണ്ട് ബാർ, പിന്നെ ബ്രൗൺ സ്റ്റെയർസ്. ഓക്കെ, ഇതിനകത്ത് എന്തോ ഒരു സ്റ്റെയർ, എന്തോ ഒരു പേര് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബ്രൗൺ സ്റ്റെയർ എന്ന് പകരം അങ്ങനെ എന്തോ ഒരു സ്റ്റെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രൗൺ സ്റ്റെയർ ഒക്കെ ബ്രോഡ് സ്റ്റെയർ മാം, BOAR, ബ്രോഡ് സ്റ്റെയർ. ഓക്കെ 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 ദെൻ അങ്ങനെ അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഈ ബ്രൗൺ സ്റ്റെയർ, ബോർഡ് സ്റ്റെയർ ബ്രാക്കറ്റിൽ ബ്രൗൺ സ്റ്റെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ സ്റ്റെയർ ഒരു റെക്ടാങ്കുലർ പ്രിസം അല്ലെങ്കിൽ ക്യൂബോയിഡ് ഷേപ്പ് ആണ്. അങ്ങനെ പോകുന്നു. ലെങ്ത് സെയിം ആയിരിക്കും, പക്ഷെ ബ്രെഡ്ത്ത് ഡിഫറെന്റ് ആയിട്ട് പോകുന്നു. അതൊക്കെ നമുക്ക് വരുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലും കാണിച്ചിട്ടുണ്ടാകും അല്ലെ. 10 പീസ് ഉണ്ട്, പ്ലസ് ഒരെണ്ണം നമുക്ക് കൺട്രോൾ ഓഫ് എററിന് വേണ്ടിയിട്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 10 പീസസേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അപ്ഡേറ്റഡ് ആകുവാണ്. അപ്പൊ ഈ സ്റ്റെയേഴ്സ് ഇങ്ങനെ ആ ഓർഡറിൽ വെക്കുമ്പോൾ മേ ബി കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പറ്റുമായിരിക്കും, പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെ അത് മിസ്റ്റേക്ക് കൂടുതൽ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ കൺട്രോൾ ഓഫ് എററിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ചെറിയ ആ റെക്ടാങ്കുലർ പ്രിസം അല്ലെങ്കിൽ ക്യൂബോയിഡ് ഒരെണ്ണം കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് ഒരെണ്ണം വെച്ച് അടുത്തത് വെക്കുമ്പോൾ ഈ ഏറ്റവും ചെറുത് വെക്കും. അപ്പൊ ആ ഗ്യാപ്പിൽ അത് ഫിക്സ് ആവുന്നുണ്ടോ എന്ന് നോക്കും. ഫിക്സ് ആവുന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊസിഷൻ തന്നെയാണ് വച്ചിരിക്കുന്നത്. ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, കാണിച്ചു തന്നിരുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചെയ്യിക്കാം. പിന്നെ ഇത് ക്യാരി ചെയ്യുന്നത് അതിന്റെ വെയിറ്റ് മനസ്സിലാവും. അവിടെ ബാരിക് സെൻസും കൂടെ വരുന്നുണ്ട്. പിന്നെ കളർ സെൻസ്, അതിന്റെ കളർ ബ്രൗൺ കളർ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറാണ്, ക്രൊമാറ്റിക്. പിന്നെ ഈ ബ്രൗൺ സ്റ്റെയർസ് 10 ഉണ്ട്. അതുപോലെ തന്നെ ഒരെണ്ണം +1 കൺട്രോൾ ഓഫ് എററിനാണ്. അല്ലാതെ ഈ 10 പീസസും പിങ്ക് ടവറും കൂടെ വെച്ച് കോമ്പിനേഷൻ ഓഫ് പിങ്ക് ടവർ അങ്ങനെയും ചെയ്യാം. അത് ശരിക്കും കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു ഡെമോ കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അല്ലെ. ഒരു പ്രസന്റേഷൻ അവര് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവര് പതുക്കെ മാനിപ്പുലേറ്റ് ചെയ്യും. അവരുടേതായ ക്രിയേറ്റീവ് വേയിൽ അവർ പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെയാണ് കോമ്പിനേഷൻ ഓഫ് പിങ്ക് ആൻഡ് ബ്രൗൺ ചെയ്യും. പിന്നെ കോമ്പിനേഷൻ ഓഫ് നോബ്ഡ് സിലിണ്ടർ ആൻഡ് നോബ്ലെസ് സിലിണ്ടർ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സെൻസോറിയൽ ഏരിയയിൽ. നമുക്ക് ഇങ്ങനെ കുറെ മെറ്റീരിയൽസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് സെൻസോറിയൽ ഏരിയയിലാണ്. കാരണം 5 ഏരിയ ഉണ്ടല്ലോ. സെൻസോറിയൽ ഏരിയ തന്നെ 5 സെൻസസ്, അത് റിലേറ്റഡ് കുറെ മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രസന്റേഷൻ. നെക്സ്റ്റ് നമുക്ക് ലാംഗ്വേജ് ഏരിയ ആണ്. ഈ ലാംഗ്വേജ് ഏരിയയില് റീഡിങ്, റൈറ്റിംഗ്, ഈ 2 കാര്യങ്ങൾ ലാംഗ്വേജ് ഏരിയയിൽ വരും അല്ലെ. പിന്നെ ആൽഫബറ്റ്സ്, ആദ്യം ബേസ് എന്ന് പറയുന്ന ആൽഫബറ്റ്സ്, നമ്പേഴ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്പേഴ്സ് മാത്തമാറ്റിക്കൽ ഏരിയയിലാണ്, ആൽഫബറ്റ്സ് മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്കറിയാം ഒരു കുട്ടി, ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു, ജീവന്റെ ആ തുടിപ്പ് വരുന്ന സമയം തുടങ്ങി സൗണ്ട്സ് കേട്ടോണ്ടിരിക്കുക. ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത അങ്ങോട്ട് നോക്കും, അല്ലെങ്കിൽ അച്ഛൻ ഓർ ഇറ്റ് ഈസ് ആരോടാണ് കൂടുതൽ ആ ഒരു കെയർ ഗീവറുടെ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കും. അതല്ലാതെ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇപ്പൊ ഒബ്സർവേഷനും അറ്റൻഷനും കൂടുതലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മോൻ 3.5 വയസ്സുള്ളത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. സംസാരം കുറവാ, കുറച്ച് വാക്കുകളൊക്കെ വരുന്നുള്ളൂ, ഫുൾ സെന്റൻസ് ഒന്നും വരുന്നില്ല. അപ്പം ഇങ്ങനെ അച്ഛനും മോനും കൂടിയാ വന്നേ. ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അച്ഛന് മനസ്സിലാവുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവന്റെ ബാക്കിൽ എങ്ങാണ്ട് ഒരു കൊതുക്, അദ്ദേഹത്തല്ല, കൊതുക് ഇങ്ങനെ പറന്നപ്പോ ഇവന്റെ അച്ഛൻ ആ കൊതുകിനെ അടിച്ചു. അവൻ
വിറച്ചു പോയി. അവനിങ്ങനെ ഞെട്ടി ഇങ്ങനെ കൂനിക്കൂടി നിന്നു. അവന്റെ ധാരണ അച്ഛൻ അടിക്കാൻ പോവാന്നോ അങ്ങനെ എന്തോ പേടിച്ചു പോയി. ഞാൻ ചോദിച്ചു അച്ഛൻ അടിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് കുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞു അന്ന് രാവിലെ ഞാൻ ഒരു അടി കൊടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ അടിക്കരുത് എന്നിങ്ങനെ പറഞ്ഞു. അത് പാരന്റ്സ് ചിലപ്പോ അങ്ങോട്ട് ഭയങ്കര ഫെഡപ്പായി പോകില്ല ചില സമയത്ത് അപ്പൊ സംഭവിക്കുന്നത്. പക്ഷെ ഇവന് ഓരോ കാര്യവും ആ നമ്മളുടെ ഡൈനിങ് ടേബിളിന്റെ ആ ഒരു ചെയറിൽ ആളിരിക്കുക. അപ്പൊ ഡൈനിങ് ടേബിള് ഗ്ലാസിന്റെ ആണേ. അതിന്റെ മുകളിൽ കിടക്കുന്ന ചെറിയൊരു പൊടി പോലെ എന്തോ ഗ്ലാസ് എന്തോ ഒരു ചെറിയൊരു കവറിന്റെ ഒരു പീസ് കിടന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അവനത് കണ്ടുപിടിച്ചു. വളരെ ചെറിയൊരു അതെടുത്ത് ഇങ്ങനെ നോക്കി. അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം കയറി വരുമ്പോ തന്നെ നമുക്കൊരു എന്താ പറയുന്ന പേര്, ഡ്രീം ക്യാച്ചർ പോലെ ഇങ്ങനെ നമ്മൾ കാറ്റടിക്കുമ്പോ സൗണ്ട് കേൾക്കുന്ന ഒരു സൗണ്ടിന്റെ പേരെന്താ? ഡ്രീം ക്യാച്ചർ തന്നെയാണോ? വേറെ എന്തോ ചൈനീസ് എന്തോ ഒരു ഇതുണ്ടല്ലോ, എന്തോ ചൈനീസ് ഒക്കെ എഴുതിയിട്ടുള്ള എന്തോ ഒരു സാധനം ആയിരിക്കും. മോളുടെ ഫ്രണ്ട് അവൾക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നേ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത്. അതിങ്ങനെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ തൂക്കിയിട്ടുണ്ട്. അതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ അകത്തിരുന്നിട്ടും അവൻ അതിങ്ങനെ ശ്രദ്ധിച്ച് ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോയിട്ട് അവനത് ഇങ്ങനെ നിന്ന് നോക്കിയിട്ട് അവന് എത്തുന്നില്ല. പിന്നെ ഞങ്ങൾ എടുത്ത് പൊക്കിയപ്പോഴേക്കും അവൻ അതിലിങ്ങനെ തൊട്ട് അതിന്റെ ശബ്ദം ഇങ്ങനെ കേട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികളില് ഈ ലാംഗ്വേജ് അതിന്റെ ശബ്ദം അവര് ആദ്യമേ തുടങ്ങി കേൾക്കുന്നുണ്ട്. ഇപ്പം ചില കുട്ടികള് ചിലപ്പോ ഈ ഒരു ഏജില് അനിമൽസിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യും. പൂച്ച കരയുന്നത്, ഡോഗ് ബാർക്കിംഗ് അങ്ങനെയൊക്കെ. ബട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അവര് ഹ്യൂമൻ സൗണ്ട് ആയിരിക്കും കൂടുതൽ കുട്ടികളും ഹ്യൂമൻ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ അതേ ടോണില് അതേ വോയിസ് മോഡുലേഷനിലൊക്കെ ചിലപ്പോൾ സംസാരിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ മറിയം മോണ്ടിസോറി പറയുന്നത് റീഡിങ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്പ്ലോഷൻ പോലെയാണ് വരുന്നത്. പെട്ടെന്നാണ് അവരിൽ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. കുട്ടികള് വായിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതാൻ തുടങ്ങും. റീഡിങ് ശരിയാണോ? വായിക്കുന്നതിന് മുമ്പ് തന്നെ റൈറ്റിംഗ് തുടങ്ങും. റീഡിങ്ങിന് മുമ്പ് തന്നെ റൈറ്റിംഗ് തുടങ്ങും. പടം വരച്ചിട്ടല്ലേ, ഡ്രോയിങ് പോലെ ചെയ്തിട്ടല്ലേ മാം അവരങ്ങനെ തുടങ്ങുന്നത്? അവര് എഴുതി എന്നല്ല പറയാ, ഞാൻ വരച്ചു എന്നാണ് പറയുന്നത്. ഞാൻ എ വരച്ചു, ഞാൻ ബി വരച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർക്ക് എഴുതി എന്നുള്ളത് അപ്പോഴും വരില്ല. അങ്ങനെയാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് മറിയം മോണ്ടിസോറി. ഏതൊരു പാരന്റ്സിന്റെയും പോലെ അവിടുത്തെ കുട്ടികളുടെ പാരന്റ്സും പറഞ്ഞു അവരെ വായിപ്പിക്ക്, അവരെ എഴുതിക്കൂ. പക്ഷെ പ്രഷറൈസ് ചെയ്തൊന്നും ചെയ്യുന്നതായിരുന്നില്ലല്ലോ മറിയം മോണ്ടിസോറിയുടെ ഒരു മെത്തേഡ്. അത് എക്സ്പ്ലോഷൻ പോലെ വരണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അങ്ങനെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആണ് അവർക്ക് എഴുതാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു സെൻസ് അവരുടെ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട്. കാരണം ഇവരുടെ ചെറിയ മസിൽസ് ഡെവലപ്പ് ചെയ്യണമല്ലോ വിരലിലെ. ഇത്രയും ഫിംഗേഴ്സ് ആണ് ശരിക്കും നമ്മൾ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്നല്ലേ. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ കൂടുതലും ഈ 3 ഫിംഗേഴ്സ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റി അവരെ ചെയ്യിക്കും. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എഴുതണ ആ ഒരു സമയമാകുമ്പോൾ ഈ ഫിംഗേഴ്സ് നല്ല അതിലെ മസിൽസ് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ എഴുത്തിന് മുമ്പ് തന്നെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രീ റൈറ്റിംഗ് ബോർഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മോണ്ടിസോറി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന മെറ്റീരിയൽസ് പ്രീ റൈറ്റിംഗ് ബോർഡ് ആകെ 3 ബോർഡേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൊതുകുതിരി പോലെ ഫുൾ ആ ഒരു സർക്കിൾ, ആ ഒരു കേവ് ആയിരുന്നു. ഒരെണ്ണം കേവിന് പകരം ഇങ്ങനെ സ്ക്വയർ പോലെയായിരുന്നു. സെയിം കൊതുകുതിരിയുടെ പാറ്റേൺ, പക്ഷെ സർക്കിളിന് പകരം സ്ക്വയർ പാറ്റേൺ ആയിരുന്നു. മൂന്നാമത്തത് രണ്ടിന്റെയും മിക്സ് ആയിരുന്നു. സ്ക്വയറും കേവും കൂടെ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരെണ്ണമായിരുന്നു. അപ്പോ ഇതിന്റെ ഓരോ ബോർഡിലും മൂവബിൾ ആയിട്ടുള്ള ഒരു നോബ് ഉണ്ട്, ചെറിയൊരു നോബ് കേട്ടോ. ആ നോബിൽ നമ്മളിങ്ങനെ പിടിച്ച് നമ്മുടെ ഈ 3 വിരൽ അതിൽ പിടിച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കും. അപ്പൊ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മുടെ കയ്യിലെ മസിൽസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ സമയമായപ്പോഴേക്കും പ്രീ റൈറ്റിംഗ് ബോർഡ് പല ഷേപ്പിലായി. ഈ പറയുന്ന മോസ്കിറ്റോ മാറ്റ് ടൈപ്പും, മോസ്കിറ്റോ മാറ്റ് അല്ല, മോസ്കിറ്റോ ആ ഒരു ഇത് സ്റ്റിക്ക് പോലത്തെ അതുപോലത്തെ അല്ലാത്ത വീടിന്റെ ഷേപ്പ്, ട്രീയുടെ ഷേപ്പ്, അങ്ങനെ പല പല ഷേപ്പിലുള്ളതായി. അവിടെ നോബിന് പകരം ഒരു വുഡൻ സ്റ്റൈലസ് ആയിരുന്നു റീപ്ലേസ് ചെയ്തത്. ഒരു വുഡൻ സ്റ്റൈലസ്, ഇച്ചിരി ഫ്ലാറ്റ് ആയിട്ട് ഒരു സ്റ്റൈലസ് പോലെ, പെൻ പോലെ ഇരിക്കുന്ന ഒരു സാധനം. അപ്പൊ ഇത് കയ്യിൽ പിടിച്ചിട്ടാണ് ഈ പ്രീ റൈറ്റിംഗ് ബോർഡിലൂടെ വരയ്ക്കുന്നത്. അപ്പോ ഇങ്ങനെ പല പല ഷേപ്പ് ആവുമ്പോൾ ഒരു കോർണറിൽ ചെന്ന് സ്റ്റക്ക് ആവും. അപ്പൊ സ്റ്റൈലസ് ഒന്ന് തിരിക്കുമ്പോഴാണ് അത് പിന്നെ
ഫ്രീ ഫ്ലോ ആയിട്ട് വരുള്ളൂ ചെയ്തൊക്കെ പറയാം അല്ലെ. ഇങ്ങനെ ഇപ്പം കോർണറുകളിലൊക്കെ ചെല്ലുമ്പോ ഇങ്ങനെ ഓടി വന്ന സ്റ്റൈലേഴ്സ് കോർണറിൽ എത്തുമ്പോൾ ഒന്ന് സ്റ്റക്കായി നിൽക്കും. അപ്പൊ കുട്ടിയാണ് ചെയ്യുന്നത്. ഈ കുട്ടി ഇങ്ങനെ കൈ വിരിച്ചിട്ടായിരിക്കും ചെയ്യുക. നമ്മുടെ ഈ പ്രാക്ടിക്കൽ സെഷനിൽ കുട്ടികൾ വരും കേട്ടോ അമ്മമാരുടെ കൂടെ. ചിലതൊക്കെ അവരെ കൊണ്ട് ഞങ്ങൾ ചെയ്യിക്കും, എന്നിട്ട് ഞങ്ങൾ ഒബ്സർവ് ചെയ്യും. അപ്പം കുട്ടി ചെയ്യുന്നത് എങ്ങനെയാണ് അഡൽസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കുമല്ലോ മിക്കവാറും നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. എത്രത്തോളം നമ്മൾ കുട്ടിയെ പോലെ ആവാൻ നോക്കാനും നമ്മൾ ആ അഡൽസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ഇരിക്കും. അപ്പൊ കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. ലാംഗ്വേജ് ഏരിയയിൽ അതായിരുന്നു. അപ്പൊ ഈ റൈറ്റിംഗ്, ഇവർക്ക് റൈറ്റിംഗ് ആദ്യം വരുന്നു, റീഡിങ് പിന്നീടാണ്. റീഡിങ് തന്നെ വരണം. അതിനു വേണ്ടിയിട്ട് മോണ്ടിസോറി പല മെത്തേഡും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ വേർഡ് ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും മൂവബിൾ ആൽഫബറ്റ്സ് യൂസ് ചെയ്ത് ഇവരാദ്യം വേർഡ് ഉണ്ടാക്കും, പിന്നെ അത് സെന്റൻസ് ഉണ്ടാക്കും. പിന്നെ നമുക്കറിയാം ഏത് ഏരിയയിൽ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അവർക്ക് വരുന്നതാണ് ലാംഗ്വേജ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, അങ്ങനെ ഈ പിന്നെ ഫോണറ്റിക്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സൗണ്ട് കേൾപ്പിച്ചിട്ട് ആ ഒരു ആൽഫബറ്റിന്റെ സൗണ്ട് കേൾപ്പിച്ച് ഈ പലരും ആക്ഷൻ സോങ് ചെയ്തപ്പോൾ ഇതുപോലെ ഫോണറ്റിക് സൗണ്ട്സ് വെച്ചിട്ട് ആക്ഷൻ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു മിക്ക ക്ലാസ്സുകളിൽ. അപ്പൊ ആ ഫോണറ്റിക്സ് വെച്ചിട്ട് പഠിപ്പിക്കും. അപ്പൊ ഈ ഫോണറ്റിക്സ് വെച്ച് പഠിപ്പിക്കുമ്പോഴുള്ള രസം എന്താണെന്ന് വെച്ചാൽ, രസമല്ല, അതിന്റെ ഒരു റിസൾട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഭയങ്കരമായിട്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നന്നാവും, സംസാരിക്കുന്നത് നന്നാവും. പക്ഷെ പലർക്കും എഴുതാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു റൈറ്റിംഗ് പ്രോപ്പർ ആയിട്ട് അതിലേക്ക് അവര് ഈ റൈറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ ഒരു റീഡിങ് അത് ആ ഒരു കണക്ഷൻ പ്രോപ്പർ ആയിട്ട് പോകുമ്പോഴാണ് ഇവർക്ക് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ശരിയാകുന്നത്. ചിലര് പറയും മോണ്ടിസോറി സ്കൂളിൽ ചേർത്തിട്ട് കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ്, പക്ഷെ ഒന്നും എഴുതുന്നില്ല, ഒന്നും അറിയില്ല, അങ്ങനെ പറയും. നല്ലപോലെ സംസാരിക്കും പക്ഷെ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയാൻ കേൾക്കാം. അവർ ഈ സൗണ്ട് ആണ് ഇവർ ആദ്യം കേൾക്കുന്നത്. ഈ സൗണ്ട് വെച്ചിട്ട് അവര് പലതും എഴുതാൻ നോക്കുമ്പോൾ പലപ്പോഴും ശരിയാകാറില്ല. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഉള്ള ഒരു ഗൈഡൻസ് കൊടുക്കുവാണെങ്കിലാണ് അത് കറക്റ്റ് വരും. പിന്നെ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വേർഡ് പറയുമ്പോൾ അതിന്റെ ഫോണറ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേർഡിന്റെ ഫോണറ്റിക് സൗണ്ട് വെച്ചിട്ട് അവർ മൂവബിൾ ആൽഫബറ്റ്സിൽ നിന്ന് ആ വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്കത് ഫ്രേസ് ആയിട്ട് ആക്കാം, സെന്റൻസ് മേക്കിംഗ് ആക്കാം. ആ ഒരു രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ റീഡിങ്ങും റൈറ്റിങ്ങും എക്സ്പ്ലോഷൻ പോലെയാണ് വരുന്നത്. അതിനുവേണ്ടി പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ലൈക്ക് ഈ മറിയ മോണ്ടിസോറി ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ട് ഇഫ് യു ക്യാൻ റീഡ് ദിസ് കമാൻഡ് ഗീവ് മീ എ കിസ് എന്ന് പറയും. പക്ഷെ കുട്ടികൾ ആർക്കും അത് മനസ്സിലാവില്ല. അങ്ങനെ ദിവസവും ഇത് പരീക്ഷിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു കുട്ടി വന്നു അത് കഴിഞ്ഞപ്പോ അടുത്ത കുട്ടി വന്നു. അങ്ങനെ അവരുടെ റീഡിങ് അവർക്ക് കേൾക്കുന്നത് മനസ്സിലാവും, പക്ഷെ എഴുതുന്നത് എന്താന്ന് അവർക്ക് മനസ്സിലായി വരുന്നില്ല. പിന്നെ അവർ അക്ഷരങ്ങൾ ഒരുമിച്ച് വെച്ച് വേർഡ് ക്രിയേഷനും സെന്റൻസ് ക്രിയേഷനും അതിന്റെ ഒരു സൈഡിൽ കൂടെ അവർക്ക് അതിനുള്ള ആക്ടിവിറ്റി നടക്കുമല്ലോ. അങ്ങനെ അവരിൽ റീഡിങ് വന്നു എന്നുള്ള രീതിയിലാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. നിങ്ങൾക്കും ഇംപ്രവൈസ് ചെയ്യാം പല മെത്തേഡ്സ് റീഡിങ്ങിനും റൈറ്റിങ്ങിനും. നമുക്ക് പലപ്പോഴും ചില സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കുട്ടികളിലും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ആ ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവൻ എന്ത് മെത്തേഡ് ആയിരിക്കും നല്ലതെന്നുള്ളത്. ലാംഗ്വേജ് ഏരിയ അത് വരുന്നു. പിന്നെ നമുക്ക് ലാംഗ്വേജ് ഏരിയയിൽ പിങ്ക് സ്കീം, ബ്ലൂ സ്കീം, അതുപോലെ തന്നെ ഗ്രീൻ സ്കീം എന്നുള്ളൊരു 3 സ്കീം ഉണ്ട്. ഫോണറ്റിക്സ് സൗണ്ട് ഉണ്ട്, ബ്ലൂ സെന്റൻസ് കാർഡ്, ഗ്രീൻ സെന്റൻസ് കാർഡ്, അങ്ങനെ. അപ്പൊ ഈ ചെറിയ പിന്നെ അതുമല്ല മൂവബിൾ ആൽഫബറ്റ്സ് നമുക്ക് പിങ്ക് കളറും ബ്ലൂ കളറിലുമാണ് ആൽഫബറ്റ്സ്. നമ്മൾക്ക് ആൽഫബറ്റ്സിനെ തന്നെ നമ്മൾ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാ? വവൽസ് ആൻഡ് കൺസണൻസ്. അപ്പോ ഒരെണ്ണം വവൽസ് ഒരു കളറും കൺസണൻസ് വേറൊരു കളറും. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കൺസണൻസ് ബ്ലൂ, വവൽസ് പിങ്ക് ആണെന്നാണ് ഓർക്കുന്നത്. തിരിച്ചും നമുക്ക് വന്നിരിക്കുന്ന മെറ്റീരിയൽ നേരെ തിരിച്ചു വേണം തോന്നുന്നു. അപ്പൊ കുട്ടിക്ക് നമ്മൾ ആദ്യം സിമ്പിൾ വേർഡ്സ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ക്യാറ്റ്. അപ്പൊ സി എന്നുള്ള അതിനു മുമ്പേ ആൽഫബറ്റ്സ് ഫെമിലറൈസ് ആയിട്ടുള്ള കുട്ടിയായിരിക്കണം. അപ്പൊ സി എന്നുള്ള ലെറ്റർ എടുക്കുന്നു, എ എടുക്കുന്നു, ടി എടുക്കുന്നു, അത് ഫിനിഷ് ചെയ്തു. അടുത്തത് ബാറ്റ് അല്ലെങ്കിൽ ബോയ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വവൽസ് വരുന്നതെല്ലാം ഒരു കളറിൽ കാണുമ്പോൾ അവരത് ഒബ്സർവ് ചെയ്യും. അങ്ങനെ വവൽസ് കൺസണൻസ് എന്നുള്ള കൺസെപ്റ്റ് അവരിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ,
നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഏരിയ. മാത്തമാറ്റിക്കൽ ഏരിയയില് നമുക്ക് 4 ഓപ്പറേഷൻസ് ആണുള്ളത് അല്ലെ. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഈ 4 ഓപ്പറേഷനും നമുക്ക് ബോർഡ്സ് ഉണ്ട്. അഡീഷൻ ചെയ്ത് നോക്കാനുള്ള അഡീഷൻ സ്ട്രിപ്പ് ബോർഡ്, സബ്ട്രാക്ഷൻ ചെയ്യാനുള്ള സബ്ട്രാക്ഷൻ സ്ട്രിപ്പ് ബോർഡ്. ഇത് തമ്മിൽ സിമിലാരിറ്റിയും ഉണ്ട്, ഡിഫറൻസും ഉണ്ട്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അതുപോലെ തന്നെ ബോർഡ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾക്ക് നിറയെ ബീഡ്സ് ഉണ്ട് അല്ലെ. ബീഡ് സ്ട്രിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ബീഡ്സ്. പിന്നെ കെയർ ചെയ്യേണ്ട ഒരു കാര്യം, ലൂസ് ബീഡ്സ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത്. കാരണം ചെറിയ കുട്ടികൾ ചിലപ്പോൾ വായിലിടാനോ മൂക്കിലിടാനോ ചെവിയിലിടാനോ ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് സ്ട്രിങ് ആയിട്ട് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ സേഫ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അത്രയും നമ്മൾ നല്ലപോലെ ഒബ്സർവ് ചെയ്യണം. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇവർ പല കാര്യങ്ങളും ചെയ്യും. അത്രയ്ക്ക് സ്പീഡുമാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഉണ്ട്. അതും ഡിഫറെന്റ് ആയിരുന്നു. ഞാൻ ഒക്കെ ഉള്ള ഞങ്ങളുടെ സമയത്ത് ഇതായിരുന്നു കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ആയിട്ട്. കണ്ടോ, കോയിൻ പോലത്തെ ഷേപ്പ് ആയിരുന്നു കൗണ്ടേഴ്സിനുണ്ടായിരുന്നത്. കാർഡ്സിൽ നമ്മൾ നമ്പർ ഉണ്ടാവും, 1 2 3 4 അങ്ങനെ നമ്പർ ഉണ്ടാവും. അപ്പൊ ഓരോ നമ്പർ വെച്ചിട്ട് കൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ കൗണ്ടേഴ്സ് ചെറിയ ചെറിയ ബെൽ ഷേപ്പിലുള്ള, ഒരു ബെൽ എന്ന് പറയുമ്പോൾ മുകളിലൊരു കുഞ്ഞു നോബ് പോലെ ഉണ്ടാവും. കുട്ടികൾ എടുക്കുമ്പോൾ അവരുടെ കുഞ്ഞു വിരൽ വെച്ചിട്ട് ആ നോബിൽ പിടിച്ചായിട്ടിരിക്കുക എടുക്കുന്നത്. മേ ബി ആ ഒരു മസിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കാം അതിനെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ലുക്കിലേക്ക് മാറ്റിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വുഡൻ ആണ് ഈ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സും വുഡൻ തന്നെയായിരുന്നു. ഇത് നമുക്ക് ഈ ടോക്കൺ ഒക്കെ കിട്ടുന്ന പോലെ കോയിൻ ഷേപ്പിലുള്ള ഇതായിരുന്നു നമുക്ക് ഇവിടെ കൗണ്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അത് നമുക്കുണ്ട്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് നമുക്കുണ്ട്. പിന്നെ ബാക്കി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 5th റെക്കോർഡ് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോന്നിന്റെയും ടൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്യുക, ഗൂഗിളില് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യുക. അത് പറ്റുന്ന സമയത്ത് കളക്ട് ചെയ്ത് അത് ഒട്ടിക്കാനായിട്ട് നോക്കുക. കുറച്ച് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസിന്റെ പിക്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സോഫ്റ്റ് കോപ്പി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. പിന്നെ സിമ്പിൾ, ക്വാണ്ടിറ്റി, ബീഡ്സ് ഫ്രെയിം, നമ്മുടെ പണ്ടത്തെ സ്ലേറ്റ്, ബീഡ്സിന്റെ സ്ലേറ്റ് ഉള്ള പോലെ ബീഡ്സ് ഫ്രെയിം, ആരൊക്കെ ബീഡ്സ് ഫ്രെയിം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടെൻസിന്റെ പവേഴ്സിൽ വരില്ലേ, അതിനനുസരിച്ച് ബീഡ്സ് പ്ലേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബീഡ് പിരമിഡ് അല്ല, ബീഡ് സ്റ്റെയേഴ്സ് നമുക്കുണ്ട്. 1 to 10 വരെയും ബീഡ്സ് വരുന്ന ബീഡ് സ്റ്റെയേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബോക്സിനകത്ത് ബീഡ്സ് ഉണ്ട്. അതായത് ആ ബോക്സിന് 10 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ 1 തുടങ്ങി 10 വരെയുള്ള ബീഡ് സ്ട്രിങ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന 10 കമ്പാർട്ട്മെന്റ്സ്. ഓരോന്നിലും 10 എണ്ണം ഉണ്ടാവും. അതായത് 1 ഉള്ളത് 10 നമ്പർ ഉണ്ടാവും. അങ്ങനെ 10 വരെയുള്ളത് 10 നമ്പേഴ്സ് ഉള്ള രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് കമ്പാർട്ട്മെന്റിൽ വെക്കുന്നത്. പിന്നെ അതുപോലെ ടെൻസിന്റെ പവേഴ്സ് എന്ന് പറഞ്ഞില്ലേ, 10ന്റെ ഒരു 10 എന്ന് പറയുമ്പോൾ 10⁻⁴ ആണല്ലോ. അപ്പൊ 10 ബീഡ്സ് വരുന്ന ഒറ്റ സ്ട്രിങ്. 100 എന്ന് പറയുമ്പോഴോ 100 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 10 ന്റെ 10 10 into 10. അപ്പം 10 10ന്റെ സ്ട്രിങ് വയ്ക്കുമ്പോ 100 ആയി അല്ലെ. അത് കഴിഞ്ഞ് 1000 ആണെങ്കിലോ 100ന്റെ 10 into 100 അല്ല, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ നടുക്കത്തെ പിക്ചർ ഉണ്ടോ? ടെൻ പ്ലേസ് ചെയ്തിരിക്കുന്നു, 100 പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ 100 10 പ്രാവശ്യം വരുമ്പോ എന്താകും? 1000 ആവില്ലേ? 100 into 10. അതായത് ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പിക്ചർ ക്ലിയർ ആയിട്ട് കാണാമെന്ന് എനിക്കറിയില്ല. ഇത് 10 എണ്ണം ഇങ്ങനെ ഒന്നിന് താഴെ ഒന്നായിട്ട് വെച്ചിരിക്കുക. അതിന്റെ ബാക്കിൽ അടുത്ത ലെയറും 10 എണ്ണം വെച്ചു. അപ്പം 200 ആയല്ലേ. മൂന്നാമത്തെ ലെയറിലും 10 എണ്ണം ഇങ്ങനെ വെച്ചു. നാലാമത്തെ ലെയറിലും 10 വെച്ചു. അങ്ങനെ വെക്കുമ്പോഴേക്കും നമുക്ക് 10ന്റെ ഒരു ക്യൂബ് ഷേപ്പില്
1000 വരും 10ന്റെ സ്ട്രിങ്സ് വരുന്നത്. അതാണ് ഈ കാണുന്നത്. അങ്ങനെ യൂണിറ്റ്സ് അത് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളിൽ ആ ഒരു ലെവലിലേക്ക് ആയ കുട്ടികൾ, മുതിർന്ന കുട്ടികൾ എന്നല്ല, ശരിക്കും ചിലപ്പോ ചിലർക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിൽ നല്ലൊരു കാലിബർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പൊ അവർ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം കഴിയുമ്പോൾ അവർക്ക് ഈ യൂണിറ്റ്സിലേക്ക് കടക്കാം. ടെൻസിന്റെ പവേഴ്സ് ഉള്ള അങ്ങനെ ആ രീതിയിൽ ചെയ്യിക്കാം. ഇതാണ് നമ്മുടെ കയ്യിൽ. പരീക്ഷകളത് പഠിക്കാണ്ട് ഈ വക കോമിക്കും കാണിച്ചിരിക്കരുത് കേട്ടോ. ഞാനുള്ള കാര്യം ഞാൻ ഗെയിമൊക്കെ മര്യാദക്ക് എടുത്ത് കളഞ്ഞു അതിനകത്തുനിന്ന്. പക്ഷെ ഇല്ലാത്ത പണിക്ക് ഇറങ്ങണത് വല്ലപ്പോഴൊക്കെ ഒരു രസമാണ്. ഇത് ഏത് നേരം ഇത് തന്നെയായിട്ട് ഇരുന്ന് ശരിയാവൂല. പഠിക്കാണത് പഠിക്കണ്ടേ. ജെമി ആരോടായിരുന്നു? എത്ര വയസ്സുള്ള കുട്ടിയാ? ആരോടായി പറയുന്നത്? 10th പഠിക്കുന്നതാണ്. ഓൺലൈൻ ക്ലാസ് എക്സാം ഉണ്ടാവും. അവനതിൽ മാർക്ക് കുറഞ്ഞു കണ്ടില്ല. സോറി, പ്രോബ്ലം മനസ്സിലായി. അമ്മമാരുടെ ഒരു ടെൻഷൻ അല്ലേ? കാരണം ഇവിടെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. മീൻസ് അവള് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയാ. ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. മോൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച, അവന് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കുക, പരീക്ഷ എഴുതുക, അത്രയൊക്കെ മതി. ആ ഒരു കൺസെപ്റ്റാ. 9th ചെറിയ ക്ലാസ് ആണെങ്കിൽ ഞാൻ പ്രശ്നമില്ലാന്ന് വിചാരിക്കാം. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്. മാർക്ക് പരീക്ഷയ്ക്ക് കുറഞ്ഞു. ഞാൻ പറഞ്ഞു ഓ സാരില്ലേ, കുഴപ്പമില്ല. അപ്പൊ ഇനി തിരിച്ചൊരു ഡയലോഗ് വരും, കുഴപ്പമുണ്ട് എന്നുവെച്ചാ കുറവ് മാർക്ക് പാടില്ല. അതുകൊണ്ട് പക്ഷെ പരീക്ഷ കുറഞ്ഞ സമയം കൊണ്ട് എഴുതി തീർക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഭയങ്കര സ്പീഡാണ്. ആ സമയത്ത് ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോ ഈ ബോർഡ് എക്സാം വരുമ്പോഴാണ്, സ്കൂളിലെ പരീക്ഷയാകുമ്പോൾ നമുക്ക് അത്രയും തോന്നില്ല. ബോർഡ് എക്സാം വരുമ്പോഴാണ് ഇങ്ങനെയുള്ളവർക്ക് പ്രശ്നം വരുന്നത്. പക്ഷെ മോള് ബോർഡ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂലായിരുന്നു എല്ലാ പരീക്ഷയും കണ്ടിരുന്നത്. അപ്പൊ നമുക്ക് എല്ലാ കാറ്റഗറിയിലുള്ളവരുണ്ട് പിള്ളേരെ. അപ്പൊ മോളെ, ജിമ്മിയുടെ മോള് മോളോ മോനോ ആരായാലും മമ്മി പറയുന്നത് കേൾക്കുക, പഠിക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം, അതുപോലത്തെ റിസൾട്ട് കിട്ടും. എന്റെ മുകളില് ഒരു ബോക്സ് കണ്ടോ, 10 കമ്പാർട്ട്മെന്റ് ഉള്ള. ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പല ആക്ടിവിറ്റീസ് ചെയ്യാം. അഡീഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, എല്ലാം ചെയ്യാം. ഓക്കെ. വരാൻ പറ്റാതെ പല ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഒരു ടെൻഷനും വേണ്ട. നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബില്. ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓരോ മെറ്റീരിയൽ വെച്ചിട്ട് നല്ല വീഡിയോ എടുത്തിട്ട് എല്ലാ ബാച്ചിലേക്കും ഷെയർ ചെയ്യാൻ. പിന്നെ വരുന്നവർ ചെയ്യേണ്ടത് എല്ലാം ഇതുപോലെ നല്ല ക്ലാരിറ്റി നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വീഡിയോ എടുത്ത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. വരാൻ പറ്റുന്നവർക്ക് ഫേസ് ചെയ്യുന്ന പല ലിമിറ്റേഷൻസും കുറെയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ക്ലോക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ക്ലോക്ക് ഇങ്ങനെയുള്ള കുറച്ച് നല്ല കളർഫുൾ, കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന നല്ല ക്ലോക്കുകൾ. പിന്നെ അവരെ കൊണ്ട് ക്ലോക്ക് ഉണ്ടാക്കിക്കാം നമുക്ക്. കേക്കിന്റെ ബേസ് ഒക്കെ മതിയല്ലോ. ഇപ്പൊ ഡിവിഷൻ എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന്റെയും ബോർഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അന്ന് ഒട്ടിച്ച പിക്ചേഴ്സ് ഒക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പൊ എല്ലാം ഇങ്ങനെ ലൂസായി കിടക്കും. ജോഗ്രഫി ഷെൽഫാണ്, നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാം. അതിൽ ഗ്ലോബ്, മാപ്പ്, അറ്റ്ലസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ വീട്ടില് ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, വലിയ കുട്ടികളായവരുടെ ഉണ്ടാവുമായിരിക്കും, ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും, നമുക്ക് ചെറിയ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ടോ, കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാനല്ല, അവൈലബിൾ മെറ്റീരിയൽസ് വെച്ചിട്ട്. ഓക്കെ. ഇങ്ങനെ കുറെ കാര്യങ്ങളായിരുന്നു. മിസ്സേ, ഞാൻ അങ്ങനെ ശ്രമിച്ചു. ഞാൻ ചെയ്തത് എല്ലാതും താഴെ കൊണ്ടുവച്ച് മക്കളൊക്കെ വിളിച്ചിരുത്തിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. വീഡിയോ അങ്ങനെ വീഡിയോ ഞാൻ മിസ്സിനെ അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട്. കുറെ വീഡിയോസ് കിടക്കുന്നുണ്ട്, എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കി ഇങ്ങനെ എനിക്ക് ചെയ്ത് നോക്കണം. ഇത്രയും ഒരു കാര്യങ്ങൾ. അപ്പാരറ്റസ് റെക്കോർഡ് നിങ്ങൾ എഴുതി കഴിഞ്ഞോ? ഈ വൈവയുടെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരിക്കലും വൈവയെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനും വേണ്ട. കാരണം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് പ്രൈവസിയോട് കൂടി നടക്കുന്ന ഒരു പ്രോസസ്സാണ് വൈവ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും, ഞാനാണെങ്കിൽ ഞാനും വരുന്ന കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റു ടീച്ചർമാരും നിങ്ങളെ
പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സ്ലോട്ടിനനുസരിച്ചിട്ടോ ഏത് ടീച്ചറാണോ അങ്ങനെ അനുസരിച്ച് വരും. അപ്പോ റെക്കോർഡിങ്ങും ഇല്ല. ജസ്റ്റ് നമ്മളുടെ ആ ഒരു പ്രാക്ടിക്കൽ സെഷന്റെ ഡിവിഷൻ ഉണ്ടല്ലോ, അതിലെ കാര്യങ്ങൾ ഒന്ന് ചോദിക്കുന്നു എന്ന് മാത്രം. ജസ്റ്റ് ഒന്ന് അറിയാൻ നിങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ടോ, ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, നിങ്ങൾ അത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അതിപ്പോ സ്വന്തം ലൈഫിലാണെങ്കിലും വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ല, എന്റെ അസൈൻമെന്റ് കംപ്ലീറ്റ് അല്ല, എന്റെ റെക്കോർഡ് കംപ്ലീറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കരുത്. കാരണം കഴിഞ്ഞ ബാച്ചുകളിൽ നമ്മളത് കുറേ ഫേസ് ചെയ്തു. കാരണം ഈ കുട്ടികളെ എത്ര കോണ്ടാക്ട് ചെയ്തിട്ട് ഇവർക്ക് ഫോൺ എടുക്കുന്നില്ല, കാരണം പേടിച്ചിട്ടാണ് വൈവ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ എന്റെ ഇതൊക്കെ കംപ്ലീറ്റ് ആവണ്ടേ എന്നുള്ളത്. പലർക്കും പല പേഴ്സണൽ ഇഷ്യൂസ് വന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള പ്രശ്നങ്ങള്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കരുത് എന്ന് എപ്പോഴും പറഞ്ഞിട്ട് ഇത് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോ മാക്സിമം ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അഥവാ കംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും അതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഇപ്പം നമ്മളൊരു റെക്കോർഡ് എഴുതി, ആ റെക്കോർഡ് എഴുതിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റി, ബാക്കി കുറച്ചൊന്നും എഴുതാൻ പറ്റിയില്ല. പക്ഷെ അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിന് പ്രസന്റ് ചെയ്യാൻ കോൺഫിഡന്റ് ആയിട്ട് പറ്റുമെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ആരോടും റെക്കോർഡ് കാണിക്കൂ, നിങ്ങൾ ചെയ്ത വർക്ക് കാണിക്കൂ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ട്രസ്റ്റ് ആണ് ബിറ്റ്വീൻ യു ആൻഡ് മീ. ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, അതിനനുസരിച്ചാണ് മാർക്ക് ഇട്ട് പോകുന്നത്. ഞാൻ ചോദിക്കുകയുള്ളൂ അസൈൻമെന്റ് എല്ലാം ചെയ്തോ, യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ മാർക്ക് ഇടും. സംടൈംസ് ഐ വിൽ ആസ്ക് ഏതെങ്കിലും ഒരു അസൈൻമെന്റ് ഒന്നിന്റെ കണ്ടന്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരെണ്ണം പറയാലോ. നമ്മൾ തന്നെ ചെയ്തത് നമ്മൾ മറന്നു പോവില്ല, നമ്മൾ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴാണ് പറയുന്നത് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കാണിച്ചു കൂട്ടിയതുകൊണ്ടാ ഓർമ്മ, അല്ലെങ്കിൽ ഓർമ്മയില്ലാണ്ട് വരുമോ നമ്മൾ ലാസ്റ്റ് ചെയ്ത അസൈൻമെന്റ് എങ്കിലും ഓർമ്മ ഉണ്ടാവൂലേ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ മാർക്കിലെ വേരിയേഷൻ. പക്ഷെ ഇതുവരെയും ഒരു അലിഗേഷൻ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ ആരും വന്നിട്ടില്ല കേട്ടോ. കാരണം അവർക്കറിയാം എന്റെ പെർഫോമൻസ് അനുസരിച്ച് കിട്ടി എന്നുള്ള രീതിയിൽ അറിയാം. പിന്നെ വൈവ അറ്റൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും മൂവ് ആവില്ല. കാരണം മാർക്ക് ലിസ്റ്റിലെ പ്രാക്ടിക്കൽ സെഷനിലെ മാർക്ക് വൈവയുടെ മാർക്കാണ്. അതുകൊണ്ട് പേടിക്കേണ്ട. വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് വൈവ വന്ന് അറ്റൻഡ് ചെയ്യൂ. ലേറ്റ് ആക്കല്ലേ. 1-ാം തീയതി തുടങ്ങി 10-ാം തീയതി വരെയാണ് നിങ്ങളുടെ ഷെഡ്യൂൾ തീരുമാനിച്ചിരിക്കുന്നത്. വൈവയ്ക്ക് സ്ലോട്ട് ഇടുമ്പോൾ മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യൂ. ആ ഒരു ടൈം വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇൻഫോം ചെയ്യൂ, നമ്മൾ അതിനനുസരിച്ച് മാറ്റിത്തരും. എല്ലാവരും കൂടെ പറയുമ്പോഴേക്കും മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നൈറ്റിൽ വൈബ് എടുക്കുന്നത് എല്ലാ ടീച്ചർമാർക്കും പറ്റില്ല. ഒരു ദിവസം എത്ര സ്റ്റുഡൻസിനായിരിക്കും വൈബ് എടുക്കുന്നത്? അതിപ്പോ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? ഞാനുണ്ട്, ആതിര മിസ് ഇല്ലേ, ആതിര മിസ് ഉണ്ട്, അപർണ മിസ് ഉണ്ടല്ലേ. ഇംഗ്ലീഷ് ഉണ്ടാവില്ല, ഇംഗ്ലീഷിന്റെ ടീച്ചർ ഉണ്ടാവില്ല, മോണ്ടിസോറി എടുത്ത ടീച്ചർമാരായിരിക്കും. അപ്പൊ അപർണ മിസ്, ആതിര മിസ്, പിന്നെ ഞാൻ, പിന്നെ നിങ്ങൾക്ക് PG-ക്കാർക്ക് പരിചയമുള്ള അശ്വതി മിസ്. അങ്ങനെ നമ്മളൊരു 4 പേര് കാണുമായിരിക്കും. അപ്പോ ഓരോ ടീച്ചർ ക്ലാസ്സുകളും ഉണ്ടാവുമല്ലോ, നമുക്ക് മറ്റു ക്ലാസ്സുകളെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ടീച്ചർമാര് ഫ്രീ ആയിരിക്കുന്ന ടൈമിലായിരിക്കും ആ സ്ലോട്ട് ഇടുന്നത്. ഓക്കെ, സ്ലോട്ട് ഇടുമ്പോ നോക്കുക എത്ര സ്റ്റുഡന്റ് ആയിരിക്കും ഒരു ദിവസം? 10. നിങ്ങൾ ടോട്ടൽ എത്ര പേരുണ്ട്? 100 സംതിങ് പേരുണ്ട്. 200 അടുപ്പിച്ചുണ്ട് മിസ്സേ. ഓക്കെ, മാം ആദ്യം ജോയിൻ ചെയ്തപ്പോ 208 പേരുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എക്സാം എഴുതിയത് 178 പേര്. എക്സാം എഴുതിയത് 178. എക്സാം എഴുതി എല്ലാവർക്കും വൈവയുടെ സ്ലോട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനനുസരിച്ച് 180 എന്ന് വിചാരിച്ചോ. ഒരു ദിവസം ഒരു 18 പേരെങ്കിലും വന്നാലല്ലേ 100 ഇത്രയും പേരുടെ വൈവ 10 ദിവസം കൊണ്ട് കഴിയുള്ളൂ. നമുക്ക് റോൾ നമ്പറിന്റെ അനുസരിച്ചായിരിക്കോ? റോൾ നമ്പർ ഓർഡർ ആയിരിക്കോ? മിക്കവാറും അങ്ങനെയായിരിക്കും. അപ്പൊ സ്ലോട്ട് വരുമ്പോ നിങ്ങളൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ആ ദിവസം ഇപ്പൊ ഒരാൾക്ക് അത്രയും നമുക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ പകരം ആ സമയത്ത് കയറാൻ ആരെങ്കിലും റെഡി ആണെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്നറിയോ, ആള് വരുമോ ഇല്ല, ടീച്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ വൈവയുടെ സെറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് ഓഫീസിൽ, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും.
ഓക്കെ മിസ്. അങ്ങനെ നിങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടായാൽ മതി. ക്ലാസ്സിലുള്ളവരെ ഇപ്പൊ ഒരാൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യുമ്പോഴേക്കും വേറൊരാള് പറയുവാണ് ഞാൻ ആ ടൈമിൽ കയറാം, എന്നിട്ട് ഞങ്ങളെ ആരെങ്കിലും ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വൈവയുടെ ഇത് ചെയ്യുന്ന കുട്ടിയെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷന് വരുന്ന ഏകദേശം പേര് ചിലപ്പോ അവിടെ വെച്ച് വൈവ ചെയ്താൽ കുറച്ചും കൂടെ കുറയുമല്ലോ. ഇവിടെ കുറയും. അതാണ് T4കാര് 12 പേര് ചെയ്തു. അതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അവരോട് പറഞ്ഞില്ലായിരുന്നു. അന്ന് വന്നപ്പോ ചുമ്മാ ചോദിച്ചു നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു 55 പേര് കുട്ടികൾ വന്നതിൽ 12 പേര് അവിടെ വെച്ച് തന്നെ വൈവ് അറ്റൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ ഓർത്തു നിങ്ങളോട് നേരത്തെ പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രാക്ടീസ് റെഡി ആയിട്ട് വരുമല്ലോ. അപ്പൊ സാധനങ്ങളൊന്നും ക്യാരി ചെയ്ത് കൊണ്ടുവരണ്ട. അങ്ങനെ അവിടെ വന്ന് വൈവ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിന്റെ ഒരു ഫോട്ടോയോ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് ഷെയർ ചെയ്താൽ മതി. ഓക്കെ മാം. ഓക്കെ. അപ്പോ എത്ര മണിയാ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വൈവയ്ക്ക് മീൻസ് പ്രാക്ടിക്കൽ സെഷന്? 9:30. മാം ഞങ്ങളുടെ PGയുടെ വൈവിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് നിങ്ങൾക്ക് PGക്ക് പ്രാക്ടിക്കലിൽ വരുന്ന ഒരെണ്ണമാണ് സെമിനാർ അല്ലെങ്കിൽ അസൈൻമെന്റ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പേര് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാവും സെമിനാർ. ബാക്കിയുള്ളവർ എടുത്തവരും എടുക്കാത്തവരും ഏത് ടോപ്പിക് ആണോ സെലക്ട് ചെയ്യുന്നത് അതിന്റെ റിപ്പോർട്ട് നന്നായിട്ടൊരു ഹാർഡ് കോപ്പി ചെയ്ത് വെക്കാം. ഹാൻഡ് റിട്ടൺ മതി, പ്രിന്റഡ് ഒന്നും വേണമെന്നൊന്നുമില്ല. നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്ക് ലിസ്റ്റിലെ ഒരു കോളത്തിൽ സെമിനാർ അല്ലെങ്കിൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ട് ഈ മാർക്ക് കിടക്കും. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ മാർക്ക് ലിസ്റ്റ് കാണുന്നവർ നിങ്ങളോട് ചോദിക്കും എന്ത് സെമിനാറാണ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഈ റിപ്പോർട്ട് എടുത്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് അത് എന്ത് തന്നെയായാലും ഹാർഡ് കോപ്പി കയ്യിലുണ്ടാവണം. നമുക്ക് അയച്ചൊന്നും തരണ്ട. വൈവ സമയത്ത് ഒരു 1 to 2 minutes അതിനെപ്പറ്റി ബ്രീഫ് ചെയ്യണം. അപ്പൊ അതിന്റെ മാർക്ക് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ചെയ്താൽ മതി. നോക്കിയിട്ടല്ലോ, അല്ലാണ്ട് സെമിനാർ പോലെ പറയാനല്ല ഉദ്ദേശിക്കണേ. സെമിനാർ പോലെ പറയാനായിട്ട് നമുക്ക് അത്രയും ടൈം അവിടെ കിട്ടില്ലല്ലോ. 10 minute ആണ് വൈവ. അതിന് നമ്മൾ ജസ്റ്റ് റീഡിംഗ് ആണോ ഉദ്ദേശിക്കണേ? എഴുതി മനസ്സിലായത് നമ്മള് ക്ലാസ് എടുക്കണ പോലെ പറഞ്ഞാൽ മതിയാവും. അതെ അതെ, ഒന്ന് ചുരുക്കി പറയാ, ബ്രീഫ് ചെയ്യാ. മാം ഇപ്പൊ ഫങ്ഷൻസ് ആണെങ്കിൽ ഒരു 10 ഫങ്ഷൻസ് 10 ഫങ്ഷൻസ് ഒന്ന് കാണാതെ പറയാം. കാണാതെ പറയാന്നല്ല, ജസ്റ്റ് അതൊന്ന് ബ്രീഫ് ചെയ്ത് ഓക്കെ 2 minutes കൊണ്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് പറഞ്ഞാൽ മതി. ഓരോ ഫങ്ഷൻസും 1 word സെന്റൻസിൽ എന്താന്ന് മാത്രം മെൻഷൻ ചെയ്യാം, അതല്ല ഉദ്ദേശിക്കണേ? അതെ, അങ്ങനെയായാലും മതി. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് റിഗാർഡിംഗ് എനിത്തിങ് ഉണ്ടോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. ഏതാണ് വൈബിയോ? വൈവയുടെ ടൈമിൽ ഇല്ലല്ലോ. ഇല്ലില്ല, വൈവയുടെ ആ സ്പ്ലിറ്റ് അപ്സ് ഇല്ലേ പ്രാക്ടിക്കലിന്റെ? ടീച്ചിങ് പ്രാക്ടീസ് ഓർ വൈവ, ആദ്യത്തെ സ്പ്ലിറ്റ് അപ്പ് 100 മാർക്ക്. ടീച്ചിങ് പ്രാക്ടീസിന് പോയവരും ഉണ്ടാകും, പോകാത്തവരും ഉണ്ടാകും. പോയവരോട് നിങ്ങൾ എവിടെയാണ് ചെയ്തത്, എത്ര ഡേയ്സ് ചെയ്തു, ഏത് ക്ലാസ്സിലെ കുട്ടികളായിരുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അവർക്ക് കൊടുത്തത്, അങ്ങനെ ചോദിക്കും. ചിലര് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ അവരോട് ചോദിക്കും മോണ്ടിസോറി മെത്തേഡ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അത് അപ്ലൈ ചെയ്തിരുന്നോ, എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ജനറൽ ആയിട്ട്. ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവരാണെങ്കിൽ അപ്പൊ തന്നെ ഒരു വെർച്വൽ ടീച്ചിങ് പ്രാക്ടീസ് പ്ലാറ്റ്ഫോം അവിടെ ക്രിയേറ്റ് ചെയ്യും. മുന്നിൽ കുഞ്ഞുങ്ങളാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അവരെ കൊണ്ട് അവിടെ ചെയ്യിപ്പിക്കും. ഓക്കെ, അതുകൊണ്ട് പോയവർക്കും മാർക്ക് ഡിഫറൻസ് ഒന്നുമില്ല. ഉദ്ദേശിക്കണേ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞാൽ അതായത് നമ്മുടെ റെക്കോർഡ് ഉണ്ടല്ലോ, റൈമും സ്റ്റോറി, അപ്പൊ പിന്നെ ആ റെക്കോർഡ് ബുക്കും അനലൈസ് ചെയ്യലായി. അതായത് അതിൽ ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റോറി, നല്ലൊരു മെസ്സേജ് ഉള്ള സ്റ്റോറി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടൊന്ന് നറേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ആക്ഷൻസ് റൈം, ഹെൽത്തി ഹാബിറ്റ്സ് ചെയ്തിട്ടുണ്ടല്ലേ നിങ്ങൾ, ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ്, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് കുട്ടികളെ ആദ്യമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോവുക, അത് ത്രൂ റൈംസ് അല്ലെങ്കിൽ ആക്ഷൻ സോങ് ചെയ്യാമോ, അല്ലെങ്കിൽ നമ്പേഴ്സ്, അങ്ങനെയുള്ള രീതിയിൽ പറയും. അപ്പൊ ചിലര് ഭയങ്കര പ്രോംപ്റ്റ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യും കേട്ടോ. അവർക്കൊക്കെ ഫുൾ മാർക്ക് കൊടുക്കാൻ തോന്നും, കാരണം അതുപോലെ പ്രോംപ്റ്റ് റെസ്പോൺസ് ആയിരിക്കും. ചിലര് പറയും അയ്യോ മാം എനിക്ക് പറ്റില്ല, എനിക്ക് ടെൻഷൻ ആവുന്നു, എനിക്കറിയില്ല, കുഞ്ഞുങ്ങളാ മുന്നിൽ നിൽക്കണേന്ന് വിചാരിച്ചൊന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്തൊന്ന് ക്ലാസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാ ടെൻഷൻ എന്ന് മനസ്സിലാണെങ്കിൽ
എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞോട്ടെ, അപ്പൊ റെക്കോർഡിലുള്ള കഥ പറയാൻ പറയുമ്പോൾ അത് ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ വേറെ കഥ പറയണം. അപ്പൊ നമ്മൾ അവിടെ അതിനനുസരിച്ച് മാർക്കൊന്ന് മാറ്റും. നമ്മള് കുഞ്ഞുങ്ങൾക്കനുസരിച്ച് നമ്മള് എന്താ പറയാ, നമ്മൾ ചേഞ്ച് ചെയ്യണം. അതാണ് ശരിക്കും ഇവിടെ വരേണ്ടത്. നമ്മൾ ഫോളോ ചെയ്യണം കുട്ടികളെ, കുട്ടികൾ നമ്മളെ അല്ല. എനി ലാംഗ്വേജ് ജാസ്മിൻ, നിങ്ങൾ കംഫർട്ടബിൾ ഏത് ലാംഗ്വേജ് ആണോ അതില് പറഞ്ഞാൽ മതി. റെക്കോർഡിൽ എഴുതുന്നത് പിക്ചർ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറികളായിരിക്കും. ഇപ്പത്തെ പിക്ചർ ഒട്ടിക്കണല്ലോ, പക്ഷെ പ്രസന്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കൺവീനിയന്റ് ആവുമ്പോ ചിലപ്പോ വേറെ സ്റ്റോറി ആയിരിക്കും. ഓക്കെ, ഞാൻ സ്റ്റോറി എഴുതാൻ നേരത്ത് സ്റ്റോറി റെക്കോർഡിന്റെ കാര്യമല്ല, അല്ലാതെ കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞു, ക്യാരക്ടറിനനുസരിച്ച് വിജിറ്റ മ്യൂട്ട് ചെയ്താൽ മതി. ഞാൻ മ്യൂട്ട് ചെയ്യാം. ഞാന് ഫോണില് ചാർജ് ഇല്ല, അപ്പൊ പോവാണ് അറിയാന് ഓഫ് ആക്കാണ്. മിസ്സിന്റെ ഫേസ് മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെ നമ്മൾ ആക്ഷൻ കാണിച്ച് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റോറി പറയാം. കാരണം മുന്നിൽ ഞാനല്ല, കുട്ടികളാ. നിങ്ങളും കുട്ടികളും മാത്രമുള്ള ഒരു വിർച്വൽ എൻവയോൺമെന്റ് ആണ്. അപ്പൊ ഞാനാണെന്ന് ചിന്തിക്കേ ചെയ്യരുത്, ആ രീതിയിൽ പറയണം. മാം ഒരാൾക്ക് എത്ര മിനിറ്റ്സ് ആ മാം കൊടുക്കുക? 10 minutes. ഓക്കെ മാം, ജൂലൈ 1 മുതലാണോ മാം സ്റ്റാർട്ട് ചെയ്യണ വൈവ? അതെ, 1 തുടങ്ങി 10th വരെ. ഒരു മിസ് ഉണ്ടാവുള്ളൂ മാം? അല്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചർമാരും ഉണ്ടാവും, ഇംഗ്ലീഷ് ഒഴിച്ച്. മാം ഗ്രൂപ്പ് ആയിട്ട് അങ്ങനെ ആയിരിക്കോ? അല്ല നമ്മ ഓരോരുത്തരും ആ ഒരു ടൈമിൽ കയറണം? 1 to 1. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ കയറുമ്പോ 10 മിനിറ്റേ ഉള്ളൂ നിങ്ങൾക്ക്, ഞങ്ങൾ എത്ര 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം? അത് ശരിയാ. അപ്പൊ മേക്ക് ഇറ്റ് മോർ ജോയ്ഫുൾ. കാരണം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ബോറടിക്കും. ഏറ്റവും ഭംഗിയാക്കുക, നമുക്ക് സന്തോഷമാവും. റൂമിൽ തന്നെയാണോ നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനില് അപർണ മിസ് പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, മാത്സ് പരമായിട്ടുള്ളത്, അതൊക്കെ നമ്മൾ അവിടെ ചെയ്യിപ്പിക്കുമോ? നിങ്ങൾ പ്രാക്ടിക്കലിന് വരുമ്പോ നമ്മുടെ അവിടെയുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങൾ ചെയ്യും, ഞങ്ങൾ ഒബ്സർവ് ചെയ്യും. മോണ്ടിസോറി മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ. നമ്മൾ എല്ലാ മെറ്റീരിയൽസും അവിടെ വെക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി എടുക്കാം. അത് കഴിയുമ്പോൾ നമ്മളൊരു ഡെമോ കാണിക്കും. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും എല്ലാവരുടെയും കയ്യിലൂടെ പോകണം. കാരണം വെച്ചാൽ ഇത്രയും ദൂരേന്ന് വന്നിട്ട് നോക്കിയിരിക്കരുത്, എല്ലാരും ചെയ്ത് നോക്കണം. അതിനുള്ള ടൈം നമുക്ക് ഉണ്ടാകും. അല്ല മാം, നമുക്ക് ഒരു ഡെമോ കാണിച്ചു തന്നിട്ടാണോ നമ്മൾ ചെയ്യേണ്ടത്? അതായത് നമ്മൾ ആദ്യം പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ മേ ബി ഒരു 50, 55 അല്ലെങ്കിൽ 60 പേര് വരുവാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ആക്കും. 10 പേരുടെ 12 പേരുടെ ഗ്രൂപ്പ് ആക്കും. ഓരോരോ ടേബിളിന് ചുറ്റുമായിട്ട് നിങ്ങൾ ഇരുത്തും, സർക്കിളിൽ ഇരുത്തും. ഇരുത്തിയതിനു ശേഷം ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ഒരാളോട് വന്ന് അവിടെ ഇരിക്കുന്ന മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് വരാൻ പറയും. അപ്പൊ നമ്മളുടെ ഒരു താല്പര്യം അനുസരിച്ച് ഓരോന്ന് എടുക്കുമല്ലോ. ഓരോരുത്തർ ഓരോ ടേബിളിലായിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ടീച്ചേഴ്സ് ഓരോ ടേബിളിലും വന്നിട്ട് അത് എന്ത് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് അതിന്റെ ഡെമോ കാണിച്ചു തരും. എന്നിട്ട് പിന്നെ നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യണം. പിന്നെ വേറെന്താ? ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കോൺവൊക്കേഷൻ സെറമണി എപ്പോഴായിരിക്കും മാം? ജൂലൈ ലാസ്റ്റ് ആണോ അതോ ഓഗസ്റ്റിലേക്ക് പോകുമോ? ഇല്ല, കാരണം എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൈവയുടെ മാർക്ക് കിട്ടുന്നതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാർക്സ് അപ്ലോഡ് ചെയ്യും. സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റും റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺവൊക്കേഷൻ ചെയ്യാം. മിക്കവാറും ജൂലൈയിൽ തന്നെ. പിന്നെ മിസ്സേ, 90 എബോ മാർക്ക് കൊടുത്ത ആ കുട്ടികൾക്കാണ് ട്രോഫി കൊടുക്കണം അല്ലേ മിസ്സേ? അങ്ങനെയല്ല, ഏറ്റവും ടോപ്പ് ആയി വരുന്ന 90 എബോ ഉള്ള എല്ലാവർക്കും ഇല്ല മൊമെന്റോ. ടോപ്പ് മാർക്സ് കിട്ടിയവർക്ക്, വൈവയുടെയും കൂടെ കിട്ടിയാലല്ലേ അറിയുള്ളൂ. ടോപ്പ് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഫ്രം ഡിപ്ലോമ. എല്ലാവർക്കും ഈ ട്രോഫി മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഞങ്ങൾ ജയദേവ് സാറിന്റെ അടുത്ത് റെക്കമെൻഡേഷൻ ചെയ്തിരിക്കുകയും. അതല്ല മാം, വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമ്മളിപ്പോ ഈ പ്രാക്ടിക്കലിന്റെ മാർക്കും കൂടെ ചേർത്തിട്ടല്ലേ നമുക്ക് മൊത്തത്തിലല്ലേ നമുക്ക് 1200 എന്ന് പറയുന്നത്? അപ്പൊ നമ്മള് പെർഫോമൻസ് പോലെ ഇരിക്കൂലേ അവിടെ വന്നിട്ടുള്ള? അതെ അതെ, തീർച്ചയായിട്ടും.
അത് നിങ്ങൾ മിക്ക ബാച്ചിലും പ്രാക്ടിക്കൽ സെഷൻ ഫുൾ 100 കിട്ടിയവരുണ്ട്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് മീൻസ് ഒന്നുമില്ല, നമ്മൾ ചെയ്തതിനെ പറ്റി നമുക്ക് നല്ല ധാരണയുണ്ടല്ലോ. കാരണം ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവർക്ക് മാർക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല പോലെ ഇങ്ങനെ കഥ പറയുന്നു, നല്ല പോലെ ആക്ഷൻ സോങ് കാണിക്കുന്നു, അവിടെ നമുക്ക് എളുപ്പമായി മാർക്ക് ഇടാൻ ടീച്ചിങ് പ്രാക്ടീസ്. എനിക്കും പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാനും ഇതറിയണം എങ്ങനെയാണെന്ന്. എനിക്ക് പോകാൻ പറ്റില്ല മിസ്സേ. ഇപ്പൊ പ്രാക്ടിക്കൽ സെക്ഷന് വരാൻ പറ്റില്ല. പക്ഷെ കോൺവെക്കേഷൻ സെറമണിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അതും ജൂലൈ ലാസ്റ്റ് ആവാതിരുന്നാൽ കൊള്ളാം. 7 മാസം ഗർഭിണിയാണ്. എവിടെയാ വീട്? വീട് തിരുവനന്തപുരം ജില്ലയിൽ. അതുകൊണ്ട് ഈ കോൺവെക്കേഷൻ സെറമണി മനസ്സിൽ കണ്ടിരിക്കുന്നു. വരാൻ പറ്റും തീർച്ചയായിട്ടും. എന്തായാലും മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ഈ 28ന് പ്രാക്ടിക്കൽ സെഷന് വരാൻ പറ്റില്ല. പാലക്കാട് വീട്, ചെറിയ മോനും ഉണ്ട്, മഴയൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു ഇത്. അപ്പൊ കോൺവെക്കേഷന് വരണം. ഞാൻ PG കഴിഞ്ഞ ഒരാളാ. ഡിഗ്രിക്കും PGക്കും ഈ കോൺവെക്കേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കോൺവെക്കേഷൻ സെറിമണിയിൽ എനിക്ക് എന്തായാലും പങ്കെടുക്കണം, കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പോ മാം നമുക്ക് ഈ മറ്റേ അസൈൻമെന്റ്സും അതുപോലെ തന്നെ ഈ റെക്കോർഡ്സ് എല്ലാം സീൽ ചെയ്യാൻ അന്ന് വന്നു കഴിഞ്ഞാൽ പറ്റുമോ? അതൊന്നും അറിയാനായിരുന്നു. കുറെ പേര് അന്ന് ചെയ്തിരുന്നു കോൺവെക്കേഷന്റെ സമയത്ത്. അതെ അല്ലേ? ഓക്കെ മാം. അതൊന്ന് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന റെക്കോർഡ് ഒന്ന് സീൽ ചെയ്യാതിരിക്കുമ്പോ അതൊരു വിഷമം. അതുകൊണ്ട് ചോദിച്ചത്. ഓക്കെ, താങ്ക് യു. മാം നമുക്ക് ഡിപ്ലോമയുടെയും PGയുടെയും 2 സർട്ടിഫിക്കറ്റ് ആയിട്ടാണോ തരുന്നത്? 2 മാർക്ക് ലിസ്റ്റും 2 സർട്ടിഫിക്കറ്റ് ആയിട്ട്? PGക്കാർക്ക് ഒരുമിച്ചാണ്. നിങ്ങൾ PG എക്സ്ട്രാ 2 സബ്ജക്ട് പഠിക്കുന്നേ ഉള്ളൂ. അതും കൂടെ ആ ഒരു മാർക്ക് ലിസ്റ്റിലും ആഡ് ചെയ്ത് സർട്ടിഫിക്കറ്റിലും ആണ് വരുന്നത്. PG ഡിപ്ലോമ സെപ്പറേറ്റ് 2 എണ്ണം ഇല്ല, ഒറ്റ ഇതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഓൺലൈൻ ആണ്. മാക്സിമം അതിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ട് ഉള്ള എഫേർട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്റർവ്യൂവിന് പോകുമ്പോൾ പലപ്പോഴും ഓൺലൈൻ ആണോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം പ്രാക്ടിക്കൽസ് ആണല്ലോ കൂടുതലും മോണ്ടിസോറി മെത്തേഡില്. ബട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് നല്ല പോലെ അത് പെർഫോം ചെയ്ത് ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്നും ഓൺലൈൻ ആയിട്ട് വന്നവർക്ക് അവിടെ പോസ്റ്റിംഗ് ആയിട്ടും ഉണ്ട്. പക്ഷെ ചിലർ ഒത്തിരി അങ്ങ് ഡൗൺ ആയി പോയിട്ടുണ്ട്. ഇങ്ങനെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓൺലൈൻ ആണെന്നും പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നു, അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്നു. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളുടെ പല ലിമിറ്റേഷൻസ് കൊണ്ടാണല്ലോ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ചേരുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് അതിന്റെ ഒരു കുറവുകൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വർക്കുകൾ തന്നത് കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു ഇത് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്തെന്ന് വെച്ചിട്ട്. പിന്നെ ജോബ്, ഈ ജോബ് കിട്ടും നമ്മുടെ പൊട്ടൻഷ്യലും കൂടിയാണ്, അല്ലെ? യെസ് മാം. ഈ സർട്ടിഫിക്കറ്റിൽ ഓൺലൈൻ മെൻഷൻ ചെയ്യോ മാം? ഇല്ല അങ്ങനെ മെൻഷൻ ചെയ്യില്ല. പ്രശ്നമില്ലല്ലോ. ഇല്ല. അല്ല, പിന്നെ ജോലി കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു പെർഫോമൻസും കൂടെ ഒരു ഫാക്ടർ ആണല്ലോ, അല്ലെ? നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ, നമുക്ക് എത്രത്തോളം ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ട്, അല്ലെ? അതും കൂടെ ഒരു കാര്യമാണ്. അല്ലാതെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില് പഠിക്കുമ്പോൾ നമുക്ക് ജോലി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ജോലി ഉണ്ടാക്കി തരണം എന്നത്, പ്രത്യേകിച്ചും ടീച്ചിങ് ജോബ് അങ്ങനെ കിട്ടുകയില്ല. അതല്ലെങ്കിൽ പിന്നെ ക്യാഷ് ഒക്കെ കൊടുത്തുള്ള ടീച്ചർ ജോബ് ആയിരിക്കും. അതത്ര സുഖമുള്ള പരിപാടിയല്ലല്ലോ. നമ്മുടെ പെർഫോമൻസിൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഹാപ്പി മൊമെന്റ്. ട്രൈ ചെയ്യൂ, എല്ലാവർക്കും കിട്ടും. സ്കൂള് തുടങ്ങാൻ പോവാണോ, ഡേ കെയർ തുടങ്ങാൻ പോവാണോ, അതും നല്ലൊരു കാര്യമാണ്. മാം ഒരു കാര്യം, മാം ഡിപ്ലോമയ്ക്കും PGക്കും ഒരു വഴിയല്ലേ രണ്ടിനും കൂടിയിട്ട്? അതെ, PGക്കാർക്ക് ഒരു സെഷൻ എക്സ്ട്രാ ഉണ്ടാകും. അതാണ് അവരുടെ സെമിനാർ അല്ലെങ്കിൽ അസൈൻമെന്റ് 2 minutes പ്രസന്റ് ചെയ്യാൻ പറഞ്ഞത്. ബാക്കി എല്ലാ ഏരിയയും സെയിം ആണ്. അപ്പോ ഡിപ്ലോമയ്ക്ക് പ്രാക്ടിക്കലിന് 500 മാർക്ക് ആണെങ്കിൽ PGക്ക് 600 മാർക്ക്. മാം പറഞ്ഞല്ലോ നമ്മള് ഓൾറെഡി സെമിനാർ എടുത്ത ആൾക്കാർക്ക് ഓൾറെഡി നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അവിടെ പറയണോ? എടുത്ത ആൾക്കാരും എടുത്തതല്ലേ? അതെ. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളതിന്റെ സമ്മറി അവിടെ പറയണം വൈവേല്.
മായ എടുത്തതാണ്. വൈവയ്ക്ക് വരുമ്പോ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. കാരണം ചിലപ്പോ ഞാൻ തന്നെയാണ് വൈവ എടുത്തെങ്കിൽ എനിക്കറിയാലോ അനിമേറ്റ് ചെയ്തതാന്ന്. അപ്പൊ ആ വൈവ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ടീച്ചറോട് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തുകൊണ്ട് വന്നാൽ മതി അല്ലേ? ഞാൻ ഇവിടെ ഒരു മെസ്സേജ് വന്നു. എന്താണ്, മോണ്ടിസോറിക്കാർക്ക് ഇപ്പൊ ട്രെയിനിങ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ മുകളിൽ നിന്നുമുള്ള ഓർഡർ ആണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞ ടീച്ചിങ് പ്രാക്ടീസ് ആണോ? അതെ മിസ്, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ചോദിച്ചാലോ അങ്ങനെ പറഞ്ഞ മോണ്ടിസോറി ഓൺലൈൻ ആയതുകൊണ്ട് തീരെ ഇപ്പൊ കൊടുക്കുന്നില്ല. ഓ ശരി ശരി. ചിലരെ പക്ഷെ ഓക്കെ ആട്ടോ അത്. ഞാൻ കണ്ടു, മെസ്സേജ് കണ്ടു. കാരണം ഓൺലൈൻ ആണോ എന്ന് പറഞ്ഞ് ഇന്റർവ്യൂവിന് വരെയും ബ്ലോക്ക് ചെയ്തു അങ്ങനെ ചില ഇടങ്ങളില്. അതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് നമ്മൾ നോക്കട്ടെ കേട്ടോ. മാക്സിമം നമ്മൾ അതിന്റെ വർക്കുകൾ തന്ന് ആ ഒരു കാരണം ഇത്രയും നിങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടെന്ന് ചിലര് പറഞ്ഞു. ഓൺലൈനായിട്ടും ഇത്രയും ചെയ്തു എന്നുള്ളത് അത് നോക്കട്ടെ. നമ്മളൊരു എന്റെ മനസ്സിലൊരു പ്ലാനാണ്, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ പൂൾ എന്നുള്ള രീതിയിൽ വെച്ചിട്ടേ നമ്മുടെ കേരളത്തിലുടനീളം പിന്നെ ഓവർസീസ് ജോബുമായിട്ട് ഇപ്പൊ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ജയദേവ് സാറിനോട് സംസാരിച്ചു നോക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബാച്ചിൽ നിന്ന് ഇറങ്ങുന്നവരെയൊക്കെ റെഫർ ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. ഞാൻ സാറ്റർഡേ പോകുമ്പോ അത് സാറുമായിട്ട് അതൊന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ റിസോഴ്സ്ഫുൾ ആയിട്ട് നിങ്ങൾ ഇറങ്ങുവാണെങ്കിൽ ഞങ്ങൾക്കും സന്തോഷമായിരിക്കും. എല്ലാരും പ്ലേസ്ഡ് ആവുമല്ലോ. നമ്മൾ ഇതുപോലൊരു കണക്ഷൻസ് ഒക്കെ വെച്ച് ഒരു പ്ലേസ്മെന്റ് സപ്പോർട്ട് സെല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലൊരു പൂൾ ഉണ്ടാക്കി കഴിയുവാണെങ്കിൽ നന്നാവും എനിക്ക് തോന്നുന്നു. ഞാൻ കാര്യം നമ്മുടെ സാറിനോട് മാമിനോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. അത് നിങ്ങൾക്കും ബെനിഫിഷ്യൽ ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിനും അതൊരു നല്ലൊരു കാര്യമാണല്ലോ. അവരുടെ ഒരു ഫെയിം കൂടുന്ന ഒരു കാര്യമല്ലേ. എന്തായാലും മിസ് സംസാരിച്ചൊക്കെ ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, ഓവർസീസ് ജോബൊക്കെ എനിക്കൊന്ന് ഷാർജ അങ്ങനെയുള്ളിടത്തൊക്കെ. ഞാൻ ബഹ്റൈനിൽ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണ്. ആൾ അവിടെ ചെന്നിട്ട് അവിടത്തെ കോഴ്സ് ചെയ്യുമായിരുന്നു. കാരണം ഹസ്ബൻഡിന് അവിടെ ജോലി, അങ്ങനെ പോയി. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷം തോന്നുന്നു അവിടെ കോഴ്സ് പഠിച്ച് അവിടെ ചെയ്തു. അപ്പൊ നമ്മുടെ ഇവിടെ നിന്നുള്ള കുട്ടികളെല്ലാം അവിടെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് മിനിസ്ട്രി ഓഫ് അവിടുത്തെ മിനിസ്ട്രി അപ്രൂവ്ഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് ഇല്ല എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ട്രോഫി, ഐ ആം ഓൾസോ അഗെയിൻസ്റ്റ് ദാറ്റ്. ഈ മൊമെന്റോ മെഡൽ ഇതിനൊക്കെ ഞാനും എഗെയിൻസ്റ്റ് എന്നല്ല, അത് ബാധിക്കാറില്ല. അപ്പൊ ട്രോഫി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാനാ സാറിന്റെ അടുത്ത് ട്രോഫി എല്ലാവർക്കും ചോദിച്ചത്. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ കോൺവെക്കേഷന്റെ കണ്ടപ്പോ അതിലാകെ 4-5 ട്രോഫി ഇരിക്കണുള്ളൂ. അത് കണ്ടപ്പോ ഗ്രൂപ്പിൽ ചറപറേന്ന് മെസ്സേജ് വരികയാണ്. ഫസ്റ്റ് കിട്ടിയവർക്ക് ടോപ്പർക്ക് മാത്രമേ കൊടുക്കുള്ളൂ ട്രോഫി, എല്ലാവർക്കും വേണ്ട, എല്ലാരും അത് ആഗ്രഹിച്ചിട്ടല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര, അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു എല്ലാവർക്കും ഞങ്ങളെ ബേസിൽ എല്ലാവർക്കും ട്രോഫി കൊടുക്കണം. മാർക്ക് കുറഞ്ഞു പോയത് പലർക്കും ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആവില്ല മാർക്ക് കിട്ടുക. അപ്പൊ ഞാനിപ്പോ സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു, മോണ്ടിസോറി രീതി ഇങ്ങനെയല്ല സാറ്, ട്രോഫി ഒരാൾക്ക് മാത്രം കൊടുക്കരുത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, സാറ് തീരുമാനം നമുക്ക് അന്ന് അവിടെ വെച്ച് തീരുമാനിക്കാം, ശനിയാഴ്ച തീരുമാനിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. ഞാനും ഇങ്ങനെ പറയും, ഇങ്ങനെ കുട്ടികള് വരുമ്പോഴേ അവരിങ്ങനെ ഓരോ ഗിഫ്റ്റ് ആയിട്ട് വരുമ്പോ ഞാനിങ്ങനെ കണ്ണുരുട്ടും. നമുക്ക് റിവാർഡ്സ് പണിഷ്മെന്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അത് കൊണ്ട് വന്നത്? പിന്നെ അവരുടെ ഒരു സ്നേഹം ആക്സെപ്റ്റ് ചെയ്യുന്നു അത്ര മാത്രം. സോ ഡോണ്ട് സ്പെൻഡ് ടു മച്ച് എന്നൊക്കെ ആ രീതിയിലൊക്കെ പറയും. കാരണം നമ്മൾക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിനോട് അഗെയിൻസ്റ്റ് ആണ്. സിംപ്ലിസിറ്റി ആണല്ലോ നമ്മളുടെ കാര്യം. പക്ഷേ ടീച്ചർ, ഞാനൊരു കാര്യം പറയട്ടെ. ടീച്ചർ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോഴുള്ളൂ അതൊരു പ്രശ്നമായിട്ട്. ഇപ്പൊ ഞങ്ങള് കുട്ടികളിൽ നിന്ന് ആരെങ്കിലും ടീച്ചർക്ക് തരുവാണെങ്കിൽ അങ്ങനെ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർക്കൊക്കെ അപ്പൊ പ്രശ്നം വരുന്നില്ലല്ലോ. ഒരു ടീച്ചർ ഇത്രയും കുട്ടികളുടെ ആൾക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കുമ്പോ അത് മറ്റു കുട്ടിക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇത് വലിയ പ്രശ്നം വരുന്നില്ലല്ലോ ടീച്ചർക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടുമ്പോ. കുഴപ്പമില്ല, നമ്മള് സ്നേഹം കൊണ്ട് തരുന്നതാ, അല്ലാതെ ടീച്ചർ പഠിപ്പിച്ചതിനുള്ള ഇതൊന്നുമല്ല. നമുക്കൊരു സ്നേഹം തോന്നുന്നു. ഒരു വർഷം ടീച്ചർ പഠിപ്പിച്ചപ്പോ അങ്ങനെ ഒരു ഇതുകൊണ്ട് ഞാൻ മറ്റേ എല്ലാ മാച്ചിലും അത് പറയാന്നൊക്കെ വിചാരിച്ചു. നിങ്ങൾ ഒന്നും കൊണ്ടുവരരുത്, നമുക്കിങ്ങനെ ഇല്ലല്ലോ പറഞ്ഞിട്ട്. തേർഡ് ബാച്ച് വന്നപ്പോ ഞാൻ അവരെ ശരിക്കും കണ്ണുരുട്ടി ഒന്ന് പറഞ്ഞു. അവര് ചിരിക്കുന്നു. ഓക്കെ, അത് സ്നേഹം എങ്ങനെയാ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാന്ന് പറയുന്ന പോലെ അല്ലേ? അതന്നെയായിരിക്കും.
പിന്നെ ലാസ്റ്റ് ആയിട്ട് അത് ചോദിക്കാനുള്ളത് മാഗസിന്റെ കാര്യമാണ്. അത് എന്താ മാഗസിൻ ഞങ്ങളടുത്ത് കോൺവെക്കേഷന് വരുമ്പോ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് എന്താ ടീച്ചർക്ക് പറയാനുള്ളത് ഒന്നും കൂടി? മാഗസീൻ നിങ്ങള് ഞാന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാനേജിംഗ് പാർട്ട്നേഴ്സ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ അവര് 3 പേരും ആരാന്നറിയാമോ? ജയദേവ് സാറും സിൻഡാസ് സാറും ആണ് മാനേജിംഗ് പാർട്ട്നേഴ്സ്. ഞാൻ എന്തോ പ്രസീത മാം ആണ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അപ്പൊ ഞാന് റിഷാനയ്ക്ക് അവരുടെ കറക്റ്റ് ഒഫീഷ്യൽ നെയിം അയച്ചു തരാം. അപ്പൊ നിങ്ങൾ പ്രിസൈസ് മുഖമൊക്കെ എഴുതുവാണെങ്കിൽ അതിൽ അവരുടെ പേരൊക്കെ സ്പെസിഫൈ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ സാറിന്റെ അടുത്ത് അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ മുഖത്ത് സാറിന്റെ പേരും കൊടുക്കണം എന്ന് താല്പര്യപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സാറിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാം ഞാനൊരു മാഗസിൻ കണ്ടു. അതില് ഞാൻ എനിക്കപ്പൊ ഇങ്ങനെ തോന്നിട്ടോ, ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുള്ള പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, എല്ലാ ടീച്ചേഴ്സിന്റെയും ഓരോ വർക്ക് ചെയ്ത സ്റ്റുഡൻസിന്റെയും മീൻസ് ഫോട്ടോ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താലും നന്നായിരിക്കില്ലേ എന്നുള്ളത്. ഞാനൊരു ഇതിൽ കണ്ടു, ഒരു കുട്ടികളെ മാഗസീനാണ്, ഓരോ ചെയ്ത വർക്കും ഓരോ പിക്കും, അതേമാതിരി ഓരോ പഠിപ്പിച്ച ടീച്ചേഴ്സ്മാരും ഓരോ കോൺട്രിബ്യൂഷൻസും പോലെ മാഗസിൻ ചെയ്യാം. അതില് ഇംഗ്ലീഷിൽ എഴുതാം, മലയാളത്തിൽ എഴുതാം, ഹിന്ദിയിൽ എഴുതാം. ലൈക്ക് നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് അതാണ്. അല്ലാതെ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾ എഴുതുവാണെങ്കിൽ ട്രാൻസ്ലേഷൻ കൂടെ കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറയാമെന്നേ, നമ്മളുടെ MT1 മാത്രമാണ് മാഗസീൻ പ്രകാശനം ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് അതിനെപ്പറ്റി സംസാരിക്കുന്നത് നിങ്ങളാണ്. എല്ലാ ബാച്ചിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ MT1 മാത്രമാണ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു ഒരു മാഗസീൻ കാണാൻ. എനിക്കത് മുഴുവൻ വായിക്കാൻ പറ്റിയില്ല. സാറ്റർഡേ ചെല്ലുമ്പോൾ വേണം വായിക്കാൻ. ഓഫീസിലിരിക്കുക, ഓഫീസിലൊരു കോപ്പി എന്നുള്ള രീതിയിൽ, കാരണം നിങ്ങളുടെ ഒരു ഓർമ്മയാണല്ലോ, ഓരോ മെമ്മറി ആണല്ലോ ആ ഒരു മാഗസീൻ അവിടെ വെക്കുന്നത്. ഓരോ ബാച്ചിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും. ഞങ്ങളെല്ലാവരും അടിപൊളിയാക്കണം എന്ന് കരുതിയിട്ട് ഭയങ്കര ചർച്ചയിലാണ് മാം. എല്ലാം കഴിഞ്ഞു ഫ്രീ ആവുമ്പോ ഇടയ്ക്കൊന്നും എടുത്ത് നോക്കണേട്ടെ, ഞങ്ങളെപ്പോ ഓർക്കൂലോ കൊറേ ബാച്ച്. തീർച്ചയായിട്ടും നോക്കാം. ഫസ്റ്റ് ബാച്ചിന്റെ ഇതുവരെ നോക്കാനായിട്ട് പറ്റില്ല, കാരണം ഓഫീസിൽ ചെന്നാലല്ലേ, ഞാൻ വീട്ടിലല്ലേ ഇരിക്കുന്നത്, ഓഫീസിൽ ചെന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. ഓഫീസിൽ ചെല്ലുമ്പോ സാറ്റർഡേ ചെല്ലുമ്പോ വേണം അവരുടെ ഒന്ന് എടുത്ത് നോക്കാൻ. നന്നായി ചെയ്തു എന്നാണ് അറിഞ്ഞത്. കാരണം പ്രസീത മാഡം പറഞ്ഞു നല്ല രസം. മാം വിചാരിച്ചേ അത് എനിക്കുള്ള പേഴ്സണൽ കോപ്പിയാന്ന് പറഞ്ഞ മാം എന്നോട് പറഞ്ഞു, ഇത് ഞാനൊന്ന് നോക്കിയിട്ട് തന്നാ മതി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാം ഇത് നമ്മുടെ ഓഫീസിലേക്കുള്ള കോപ്പിയാണ്, എനിക്ക് തരാനുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളൊരു കോപ്പിയാന്ന് പറഞ്ഞത് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മാം ഞങ്ങളോട് പറഞ്ഞു നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു മാഗസീൻ എന്നൊക്കെ പറഞ്ഞു. കൈയെഴുത്ത് ഇതാണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. കണ്ടില്ല, പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരുടെ കോർഡിനേഷൻ, കോപ്പറേഷൻ, അതാണ്. ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ, ഷെമീറ എന്ന് പറഞ്ഞൊരു ടീച്ചർ. 15 ഇയേഴ്സിനടുത്ത് ടീച്ചിങ് മേഖലയിലുള്ളതാ. പക്ഷെ കുട്ടികളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ടീച്ചർ. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു ടീച്ചറാണ്. ടീച്ചർക്ക് കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ടീച്ചറാണ് ആ മാഗസീന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തത്. പക്ഷെ ടീച്ചറിനെ പറ്റി പറഞ്ഞപ്പോ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് ഒരു ടീച്ചർ റിഷാന. ഞങ്ങൾ എക്സാമിന് ഹെൽപ്പ് ചെയ്തതും ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്താനും അയക്കുന്നത്. നിങ്ങൾ കമ്പൈൻ സ്റ്റഡിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണാനയുടെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. മാർക്കൊക്കെ കണ്ടു, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട്. ഞാൻ വിചാരിച്ചു എന്റെ സബ്ജക്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാരും എന്നോട് പരാതി പറയുന്നു വിചാരിച്ചു. പക്ഷെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. മാമിന്റെ സബ്ജക്ട് ഞങ്ങളെ മൈൻഡിലായിരുന്നു. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഫുൾ മാം ഇങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല തരുന്നത്. ബുക്കിൽ എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ. പക്ഷെ ഒക്കെ ഇതാക്കിയില്ലേ തരുന്നത്. പക്ഷെ എവിടുന്നാ പഠിക്കണ്ടേന്ന് അറിയില്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുമ്പോ ഓട്ടോമാറ്റിക്കലി MCQ മുൻപുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാം ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മ ഉണ്ടാവുമല്ലോ. നമ്മളെ മൈൻഡിൽ നിന്ന് ഓർമ്മ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഡിസ്കസ് ചെയ്തു. ജിഷ മിസ്സിൻ്റെത് നമുക്ക് ക്ലാസ്സിൽ നമുക്ക് എക്സാം എങ്ങനെ എഴുതുമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ അതാണ് കൂടുതൽ മനസ്സിൽ നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും അന്ന് സംസാരിച്ചു. ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ നോട്ട്സ് പോലെ എനിക്കും തോന്നുന്നു വെച്ച് അങ്ങനെ പഠിച്ചതാ.
മിസ്സിന്റെ ക്ലാസ്സിൽ ഒരു നോട്ട് പോലും PDF ഒക്കെ നല്ല ക്ലിയർ ആ, ഒന്നും എഴുതിയിട്ടില്ല, ഒരു അർത്ഥം എഴുതൊന്നും ചെയ്തിട്ടില്ല, മറ്റേതൊക്കെ ഫുൾ കച്ചറായിട്ടാ കിടക്കണത്. പക്ഷെ എന്നിട്ട് പോലും ബുദ്ധിമുട്ടുണ്ടായില്ല. അതല്ല മിസ്റ്റർ നിങ്ങളുടെ പക്ഷെ കുറെ ക്ലാസ് കേട്ട് പേർക്കും കഴിഞ്ഞാൽ 100 ഔട്ട് ഓഫ് 100 കിട്ടിയിട്ടുണ്ട് മാം. കണ്ടു, ഞാൻ കണ്ടു. ആ 2 സബ്ജക്റ്റിനും നല്ല മാർക്ക്. ഞാൻ ഓർക്കുകയും ചെയ്തു, ടെൻഷൻ പിടിച്ച് തന്നെ പറഞ്ഞപ്പോഴേ ഈ ബുക്ക് പറ്റുന്നവര് വാങ്ങുക. ഞാൻ കാണിച്ചോന്ന് എനിക്കറിയില്ല. അല്ലേ, താല്പര്യമുള്ളവർക്ക് വാങ്ങാം. എനിക്ക് തോന്നുന്നു ഒരു 300-നുള്ളിൽ കിട്ടുമായിരിക്കും. നമ്മൾക്ക് നല്ലൊരു അസറ്റ് തന്നെയാണ്. ഇംഗ്ലീഷ് കുറെ പിക്ചേഴ്സും ഉണ്ട്, നമ്മളുടെ ഈ മെറ്റീരിയൽസിന്റെ ഒക്കെ പിക്ചേഴ്സ് ഇതിനകത്തുണ്ട്. കുട്ടികൾ ചെയ്യുന്നതിന്റെ പിക്ചേഴ്സ് ഉണ്ട്, കുട്ടികളെ റോൾ പ്ലേ ചെയ്യിക്കുന്നതിന്റെ പിക്ചേഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ ഇന്ത്യയിൽ വന്ന സമയത്ത് ചെയ്യിച്ചത് എല്ലാം കാണാം ഇതിനകത്ത്. പാകിസ്ഥാനിലെ, മുംബൈയിലെ ഒക്കെ കുട്ടികൾ ഈ മോണ്ടിസോറി മെത്തേഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്തതൊക്കെ ഇതിനകത്താണ്. അത് നല്ലൊരു റെഫറൻസ് ആയിരിക്കും. ഇതാ ഞാൻ വാങ്ങിച്ചത് ആമസോണിന്നായിരുന്നു. എന്റെ ഓർമ്മ, അതായത് 8 years ബാക്ക് ആണ് ഞാൻ വാങ്ങുമ്പോൾ. എനിക്ക് 280 അങ്ങനെ ഒരു റേറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് പ്രിന്റഡ് റേറ്റ് 325 325. ബട്ട് അതിൽ കുറവ് കിട്ടിയതായിട്ടാണ് ഓർമ്മ. മാം ആ ബുക്കിന്റെ നെയിം ഒന്നും കൂടി നോക്കട്ടെ. നമ്മുടെ ഒരു ലെസണിൽ പറയുന്നുണ്ട്, മോണ്ടിസോറിയുടെ കോൺട്രിബ്യൂഷൻ ആണ് ഈ ബുക്ക് എന്നുള്ള രീതിയിൽ ഒരു ലെസണിൽ വരുന്നുണ്ട്. ഓക്കെ, ശരി. നാളെ ഇവിടെ കുട്ടികൾക്ക് അവധി. കുട്ടികൾക്ക് മീൻസ് മോൻ മാത്രമേ സ്കൂളിൽ പോകുന്നുള്ളൂ, അവധിയാണ്. പക്ഷെ നമുക്ക് ക്ലാസ് ഉണ്ട്. സോ അപ്പൊ മറ്റന്നാള് സാറ്റർഡേ, നാളെ യാത്രയിൽ ആവുന്നവർ ആരെങ്കിലും ഉണ്ടോ? തലേദിവസം വരുന്ന അങ്ങനെ ആരെങ്കിലും? കണ്ണൂക്കാരൊക്കെ വേണം അവിടുന്ന് അങ്ങോട്ട് വരാൻ. ഒറ്റയടിക്ക് വരാൻ പാടാം. ആണോ? ഓ ഓ ഓ ശരി. നമ്മളൊക്കെ 1:30 ഇറങ്ങണം മിസ്സേ. ഓ ശരി. എവിടുന്നാ വരുന്നത്? രാത്രി 1:30-ക്കാണോ? ആണ് മിസ്സേ. എവിടുന്നാ വരണേ നീത്തു? കൊല്ലത്തുനിന്ന്. നാളെ ഈ ക്ലാസ്സാ? എന്തോ? അല്ല, എനിക്കൊരു മെസ്സേജ് കണ്ടു, നാളെ ഈ ടൈമിലാണോ ക്ലാസ്? എനിക്കാണോ? നാളെ പകല് 2 ക്ലാസ്സേ ഉള്ളൂ, രാത്രി ഇല്ല. രാത്രി ഉണ്ട് PG-യുടെ ക്ലാസ്. മറന്നുപോയി, 7 to 8 PG-യുടെ ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ മറ്റന്നാളെ നമുക്ക് കാണാം. പിന്നെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടോ ആരെങ്കിലും? ഈ മഴയത്തെ ബുദ്ധിമുട്ടല്ല, നടക്കൂല മിസ്സേ, നടക്കൂല. നമ്മുടെ ജൂലൈ ബാച്ച് അല്ലേ, ജൂലൈ ജൂൺ ഫുൾ മഴയല്ലേ മാം, അതുകൊണ്ട് കോൺവൊക്കേഷൻ സമയത്ത് മഴയായിരിക്കും. ഇപ്പോഴും മഴയാണ്. മഴയായതുകൊണ്ടായിരുന്നു ഒരു തവണ മാറ്റിവെച്ചത്. അന്ന് 10 പേരല്ലേ വരാൻ കൺഫർമേഷൻ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും വീണ്ടും 2ാമത് വെക്കണം. ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എത്ര വയസ്സുള്ള കുട്ടിയാ? തൗഹീദ. ഞാനും കൊണ്ടുവരുന്നുണ്ട് മാം. ഞങ്ങക്ക് മാം നല്ല വിഷമമുണ്ട്, പിരിയല്ലേ. ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞില്ലേ, ആ ഒരു വിഷമമുണ്ട്. ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങളെല്ലാവരും. അതിനെന്താ, അതിന് കൂടുതൽ സ്ട്രോങ് ആവല്ലേ ഉള്ളൂ. റിവിഷൻ ക്ലാസ്സിലൊക്കെ എന്ത് രസമായിരിക്കും. എക്സാം ടൈമിലൊക്കെ കുറെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ആൻസർ ചെയ്യും, MCQ ഇടും, അതെല്ലാരും പഠിക്കും. ക്ലാസ് ഞങ്ങൾ റിവൈൻഡ് ചെയ്ത് കൊടുക്കും. അറിയണവര് ആ ക്ലാസ്സിൽ കയറിയവര് കേറാത്തവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ഇത്രയും നല്ല മാർക്ക് വാങ്ങിച്ചത്. അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. 11, 11:30 വരെയൊക്കെ ഇരിക്കും മിസ്സേ ഞങ്ങള്. നിങ്ങള് വരുന്ന ദിവസം 4th ബാച്ചിന്റെ കോൺവൊക്കേഷൻ ആണ്. അതെ, ഞങ്ങക്ക് അങ്ങനെയല്ല, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യും. ഓ തീർച്ചയായിട്ടും. അത് ശരിക്കും സൊസൈറ്റി ഓഫ് കൊഹീഷൻ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിന്നും റിസൾട്ട് ആവുന്ന കുറെ കാര്യങ്ങളുണ്ട്. കോപ്പറേഷൻ, റെസിപ്രോക്കൽ ഹെൽപ്പ്, അതൊക്കെ തന്നെയായിരുന്നു നിങ്ങളിലും ഉണ്ടായത്. അപ്പൊ അതിന്റെ എഫക്ട് ശരിക്കും ഉണ്ട് അല്ലെ മോണ്ടിസോറിയുടെ?
അത് സത്യമാണ്. ഈ മോണ്ടിസോറിയിൽ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് നമ്മളുടെ ഇതിലുണ്ട്, മൈൻഡിലുണ്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതൊന്നും കൂടെ ആ ലെവൽ എക്സ്ട്രീം ആയോ എന്നൊരു ഡൗട്ട്. അത്രയും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ചിലവർക്ക് റെക്കോർഡ് എന്താ പറഞ്ഞത് എന്ന് അറിയൂല, അല്ലെങ്കിൽ ക്ലാസ് ഏതാ എടുത്തത് അറിയൂല. അവര് പകല് ജോലിക്ക് പോണവരിക്കും. അപ്പൊ അവർക്ക് നമ്മളത് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത്, അതുപോലെ ഇംഗ്ലീഷ് ചില കാര്യങ്ങൾ അറിയാത്തത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. അവരതിന്റെ സന്തോഷ പ്രകടനം ഗ്രൂപ്പിൽ അവര് പറയുകയും ചെയ്തിരുന്നു. അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് വലിയ സന്തോഷമല്ലായിരുന്നു. നമ്മുടെ ലീഡർ റിഷാനിയായിരുന്നു മിസ്സേ. റിഷാനിയാണ് എല്ലാം കോർഡിനേറ്റ് ചെയ്തതും. ആക്ച്വലി ഇത്രയും മാർക്ക് വാങ്ങിച്ചതിൽ നല്ലൊരു പങ്ക് റിഷാനിക്കുണ്ട്. ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും 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 നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും അത് തന്നെ ചെയ്യണം. അഥവാ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് 1 മണിക്കൂർ മുമ്പ് ഇടും. ഇത് നിങ്ങൾ ഒന്നും കൂടെ നോക്കിയേക്കണേ, എന്നിട്ടേ പരീക്ഷയ്ക്ക് കേറാവേ എന്നൊക്കെ റിഷാന ഇട്ടോണ്ടേ ഇരിക്കുവായിരുന്നു. ബുദ്ധിമുട്ടൊക്കെ കുറെ ക്ലാസ് കട്ട് ചെയ്തായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ബാച്ചിന്റെ കൂടെ എഴുതാൻ 6th ബാച്ചിന്റെ കൂടെ എഴുതാന്നുള്ള മനസ്സിൽ കണ്ട് ഞാൻ റിഷാനത്തായ കോണ്ടാക്ട് ഇല്ല പറ്റും നീ എഴുതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ എക്സാമിന് ഈ 5th ബാച്ചിന്റെ കൂടെ ഇരുന്ന് എഴുതിയത്. നിന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. റിഷാന എന്നെ സ്മിത കോണ്ടാക്ട് ചെയ്തിരുന്നു കേട്ടോ. സ്മിതേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, വൈകുന്നേരത്ത് വിളിച്ചിട്ടുണ്ട് മോനിക്ക് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇതെന്നോട് ആരോ പറഞ്ഞല്ലോ, എനിക്ക് പെട്ടെന്ന് റിഷാനയുടെ പേര് വരുന്നില്ല. അപ്പൊ സ്മിത ഇങ്ങോട്ട് വന്ന റിഷാനായിരിക്കും എന്ന് പറഞ്ഞു. ഭയങ്കര ടെൻഷൻ ചെയ്യിപ്പിച്ചു. ആ ഒരു മോനേ ഉള്ളൂ. അപ്പൊ അവൻ അഡ്മിറ്റ് ആയപ്പോ പറയാത്രേ അമ്മ നമുക്ക് ഇവിടുന്ന് പോവാന്ന്. അപ്പൊ ചേച്ചിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം തന്നെ സ്മിതയ്ക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അവിടെ റേഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് 1 വീക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അവര് അവിടെ വീടെടുത്ത് താമസിക്കാന്നാ പറഞ്ഞു. അപ്പൊ അതിനുശേഷം ചേച്ചിക്കുള്ള സ്ലോട്ട് ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞു മെറ്റീരിയൽസ് ഒന്നും അങ്ങനെ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാത്തിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. അപ്പൊ തന്നെ അയച്ചു തന്നു. ചെയ്ത് വീഡിയോ അയക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അയച്ചു തരട്ടെ എന്ന്. അയച്ചു തന്നോളൂ. ചേച്ചി കോഴിക്കോട് 2 സ്ഥലത്തായിട്ട് ട്യൂഷൻ സെന്റർ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും പറഞ്ഞു എന്നോട്. അത് ആരെയോ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പൊ പോയിരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ഞാനെന്താ ലീവ് ചെയ്തോട്ടെ. ഓക്കെ ബൈ, കാണാം മറ്റന്നാള് കോൺവെക്കേഷൻ. എല്ലാരെയും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ബൈ. ബൈ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. വൈവ സ്റ്റാർട്ട് ചെയ്യണതിന്റെ ഒരാഴ്ച മുമ്പേ അറിയിക്കാൻ പറ്റും മാം. അത് പെട്ടെന്ന് തലേദിവസമായിരിക്കും പറയണം നാളെ വൈവയാണെന്ന്. 1-ാം തീയതി തുടങ്ങി സ്ലോട്ട് ഇടാനാ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ഇന്നിപ്പോ എന്താ 26th ആയില്ലേ, മിക്കവാറും നാളെ നിങ്ങളുടെ സ്ലോട്ട് ഇടുമായിരിക്കും. ഞാൻ ചോദിച്ചു കുറച്ചും കൂടെ ഡിലേ ചെയ്യാൻ പറ്റില്ല അല്ലെ? ഡിലേ ചെയ്താൽ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് അതോ ഇട്ടിട്ടാണ്. നിങ്ങള് ജൂലൈ ബാച്ച് അല്ലേ, അപ്പൊ നിങ്ങള് ജൂലൈയിലെങ്കിലും പറഞ്ഞു വിടട്ടെ. കുറച്ചു പേർക്ക് ഡിലേ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, പക്ഷെ ചിലർക്ക് ചിലപ്പോഴേ ഡിലേ. എന്തോ കുറച്ചു പേർക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടാവും, കുറച്ചു പേർക്ക് ഒന്നും റെഡി ആയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ടെൻഷനാണ്. സ്ട്രെസ്ഫുൾ ആയിട്ടിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനും സ്ലോയിലാ ഇന്നലെ ആയിരുന്നില്ല മാം PGയുടെ എക്സാം എല്ലാം കഴിഞ്ഞില്ലുള്ളൂ. അപ്പൊ ഇന്ന് 1-2 സെക്കൻഡ് ഫ്രീ ആയിരിക്കണം. ഇനി വേണം ഓരോ വർക്കൊക്കെ ഉള്ളത് പെൻഡിങ് ഒക്കെ ഉള്ളത് ചെയ്യാൻ. അതായിരുന്നു മിസ് ലാസ്റ്റ് തന്ന അസൈൻമെന്റ് ഇല്ലേ, അത് നോട്ടിൽ എഴുതണ്ട, അതിന്റെ എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്നല്ല പറഞ്ഞു. അത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ കോൺവെക്കേഷൻ അതെ, ലാസ്റ്റ് ടൈമിൽ തന്ന അസൈൻമെന്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ അതിനകത്ത് ഞാൻ ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻസിന് അസൈൻമെന്റ് കൂടുതൽ ഞാൻ ചോദിക്കുന്നത് നമ്മൾക്ക് അതിനകത്ത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന പ്രീ സ്കൂൾ ടീച്ചർമാരെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് 3 പേരെ. അത് നമുക്ക് ഓർമ്മയുണ്ടാവല്ലോ. ഒന്നല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ചെറിയ ക്ലാസ്സിൽ KGയിൽ പഠിപ്പിച്ച ടീച്ചർമാര്, നമ്മളെ ഭയങ്കരമായി സ്വാധീനിച്ച ടീച്ചർമാരുണ്ടാവും. നമുക്ക് അവരെ പറ്റി എഴുതാം.
അവരെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, എനിക്ക് എഴുതണമെന്നൊന്നും കാണണ്ട, പറഞ്ഞാൽ മതി. ഇനി വേൾഡ് ഫേമസ് ആയിട്ടുള്ള പ്രീ സ്കൂൾ ടീച്ചർമാരെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിർബന്ധമായും മറിയ മോണ്ടിസോറിയെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവരിൽ ആരെങ്കിലും പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ മിക്കവരും മറിയ മോണ്ടിസോറിയെ പറ്റി, അല്ലെങ്കിൽ ആനീസ് ഉള്ളവനെ പറ്റി, നമ്മുടെ ഹെലൻ കല്ലറിന്റെ ടീച്ചർ ഉണ്ടല്ലോ, പിന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ പറ്റിയൊക്കെയാണ് പറയാറ്. അത് നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അവരെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ആ അസൈൻമെന്റിൽ ഞാൻ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ, പുതിയതായിട്ടൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാരന്റ്സിന് കുറേ ക്വറീസ് ഉണ്ടാവും അല്ലെ, അത് അവര് ചോദിക്കുന്ന ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ് വരുന്ന അസൈൻമെന്റിനെ പറ്റി ചോദിക്കാറ്. ഓക്കെ, സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, എന്നാ ബൈ ബൈ. മാം ഒരു ഡൗട്ട്, മാം നമ്മൾ സാറ്റർഡേ വൈവ ചെയ്യണേ മുൻകൂട്ടി പറയണോ? ഇല്ല, അന്ന് വരുമ്പോ പറഞ്ഞാലും മതി. അതെ, ഓക്കെ ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. മാം ഇനി ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ കോൺവെക്കേഷന് മുമ്പായിട്ട് മാമിന്റെ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ മാം? ജസ്റ്റ് ഇങ്ങനെ മീറ്റ് ചെയ്യണ പോലെ എല്ലാവരും? ഇനി ഉണ്ടാവില്ല അല്ലേ? ഇതാണോ ലാസ്റ്റ് ക്ലാസ്? ഉണ്ടാവില്ല, ലാസ്റ്റ് ക്ലാസ് ഇതാണ്. ഗോപിക അശ്വതി മിസ്സിനോട് ചോദിക്കണേട്ടായിരുന്നു, എല്ലാരും കൂടി കണ്ടിട്ട് ഒരു ക്ലാസ് വെച്ചോളിന്നല്ലേ, അതല്ലേ ഗോപിക ഉദ്ദേശിച്ചത്? എന്താ റിഷാന കേട്ടില്ല, റേഞ്ച് ഇഷ്യൂ. എന്താ ഒന്നും കൂടെ പറയൂ. ഇന്ന് അശ്വതി മിസ്സിന്റെ അടുത്തും ഗോപിക ചോദിക്കണേ കേട്ടായിരുന്നു, എല്ലാരും കൂടി ഇരുന്നിട്ടുള്ള ഒരു ക്ലാസ്സും കൂടി തരുമോ എന്നുള്ളത്. അല്ല മാം, എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട് ഫേസ് ടു ഫേസ് ഒന്ന് മീറ്റ് ചെയ്യണ പോലെയും. മാം, നമ്മൾ കോൺവെക്കേഷന് വന്ന ഗ്രൂപ്പ് ആയിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും മാം? സ്റ്റുഡൻസ് എല്ലാവരും ടീച്ചേഴ്സും കൂടെ ചേർന്ന് അതിന്റെ പ്രിന്റ് ഒക്കെ തരുമോ മാം? അവര് പ്രിന്റ് അയച്ചു തരുമോ? അയക്കുമായിരിക്കും, അങ്ങനെയാണ് പൊതുവെ തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുവോ, അങ്ങനെ എന്തോ ചെയ്യും. ഓക്കെ, നമുക്ക് ഫോട്ടോ ഫോട്ടോസ് ഒക്കെ എടുക്കാലോ. നമ്മുടെ ബാച്ചിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അതൊക്കെ അവിടെ എന്തായാലും ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അതിനൊരു സെഷൻ ആളുകൾ ഉണ്ടാവും. ഓക്കെ മാം, ലീവ് ചെയ്തോളൂ. കാരണം മോള് വന്നിങ്ങനെ വന്നേ എന്നെ ഒരു മൂവി ടിവിയിൽ കാണാനായിട്ട് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുക, അപ്പൊ എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട്. ഓക്കെ.